നമസ്തേ. ജന ഡിബേറ്റിലേക്ക് സ്വാഗതം. CPMന്റെ രാഷ്ട്രീയ നിലപാടിൽ കാതലായ മാറ്റത്തിന് വഴിയൊരുക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയം നിർണായകമായ വഴിത്തിരിവിലേക്കാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ നയിക്കുന്നത്. മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ലെന്ന് CPM കരട് രാഷ്ട്രീയ പ്രമേയം. 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി CPM കരട് രാഷ്ട്രീയ പ്രമേയം നേരത്തെ പുറത്തിറക്കിയിരുന്നു. ഇതിന് വിശദീകരണമെന്ന നിലയിൽ അയച്ച രേഖയിലാണ് മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ലെന്ന് CPM വ്യക്തമാക്കുന്നത്. നവ ഫാസിസ്റ്റ് പ്രവണതകൾ ഉണ്ടെങ്കിലും ഇന്ത്യൻ ഭരണകൂടത്തെ നവ ഫാസിസ്റ്റായി ചിത്രീകരിക്കാനാവില്ലെന്നും CPM അടിവരയിട്ട് വ്യക്തമാക്കുകയാണ്. CPMനെ ഈ വലിയ തിരിച്ചറിവിലേക്ക് നയിച്ച ഘടകങ്ങളും ഇടത് രാഷ്ട്രീയത്തിൽ എന്തെല്ലാം പ്രകമ്പനങ്ങൾക്ക് വഴിവെക്കുമെന്ന കാര്യവുമാണ് ജന ഡിബേറ്റ് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് BJP പ്രതിനിധി അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, കോൺഗ്രസ് പ്രതിനിധി പ്രൊഫസർ റോണി കെ ബേബി, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് സതീഷ് വാസന്ത്, ഇടത് സൈദ്ധാന്തികൻ പാണ്ഡ്യാല ഷാജി എന്നിവരാണ്. ആദ്യം കോൺഗ്രസ് പ്രതിനിധി പ്രൊഫസർ റോണി കെ ബേബിയിലേക്കാണ്. പ്രൊഫസർ റോണി കെ ബേബി, ഇന്ന് CPMന്റെ കരട് രാഷ്ട്രീയ പ്രമേയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം, ഏറ്റവും പുതിയ നിർണായകമായ ഒരു ഘടകം പുറത്തു വന്നിരിക്കുകയാണ്. അതായത് മോദി സർക്കാരിനെ ഫാസിസ്റ്റ് സർക്കാർ എന്ന് വിശേഷിപ്പിക്കാനാകില്ലെന്ന് CPM അടിവരയിട്ട് വ്യക്തമാക്കുകയാണ്. മാത്രവുമല്ല, ഫാസിസ്റ്റ് മാത്രമല്ല, നിയോ ഫാസിസ്റ്റുമല്ല മോദി സർക്കാർ എന്ന് പറയുകയാണ്. ഈ നവ ഫാസിസ്റ്റ് പ്രവണതകൾ ഉണ്ടെങ്കിലും ഇന്ത്യൻ ഭരണകൂടത്തെ ഒരു തരത്തിലും നവ ഫാസിസ്റ്റായി ചിത്രീകരിക്കാനാവില്ല എന്ന് 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കരട് രാഷ്ട്രീയ രേഖയിൽ CPM വ്യക്തമാക്കുകയാണ്. കോൺഗ്രസിന്റെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? ഇന്ത്യയില് ഫാസിസം വന്നിട്ടില്ല എന്നും ഇന്ത്യയിലേക്ക് വരുവാൻ വേണ്ടി ഫാസിസം ട്രെയിൻ കാത്തു നിൽക്കുകയാണെന്നുമാണല്ലോ ഇപ്പോൾ CPM പറയുന്നത്. പക്ഷെ ഇതിനു മുമ്പുണ്ടായിരുന്ന രണ്ട് പാർട്ടി കോൺഗ്രസിലും അവർ പറഞ്ഞത് ഇന്ത്യയിലെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ എത്തിയിട്ടുണ്ടെന്നും ഇന്ത്യയിൽ ഫാസിസം എത്തിച്ചേർന്നെന്നുമാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ അവരെ നിലപാട് മാറ്റിയിരിക്കുക. ഇത് CPMന്റെ ഒരു അടവ് നയമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇത് ആ പാർട്ടിയുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ്. എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യയുടെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുവാൻ കഴിയാതിരുന്നൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ CPM എന്ന് പറയുന്നത്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം തുടങ്ങി നമ്മൾ പരിശോധിച്ചാൽ, പ്രത്യേകിച്ചും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൽക്കട്ട തീസിസിൽ സ്വതന്ത്ര രാജ്യമായ ഇന്ത്യക്കെതിരെ സായുധ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തവരാണ് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകൾ. 62-ലെ ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം പോലും തിരിച്ചറിയാൻ കഴിയാതിരുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. പിന്നീട് അടിയന്തരാവസ്ഥ സാഹചര്യമായിക്കോട്ടെ, 89-ലെ VP സിംഗ് BJP പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്നപ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ 2004-ന് ശേഷം 1ാം UPA ഗവൺമെന്റ് അതിശക്തമായി മുന്നോട്ട് പോയപ്പോൾ ആ സർക്കാരിനെ പുറത്താക്കുവാൻ വേണ്ടി BJPയുമായി കൂട്ടുചേർന്ന് മൻമോഹൻ സിംഗിനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയതായിക്കോട്ടെ, ഏത് സാഹചര്യമാണെങ്കിലും ഇതിനകത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ? കാരണം ഇവിടെ ചുവപ്പ് നരയ്ക്കുമ്പോഴാണ് കാവ്യായി മാറുന്നത്. അത് ഇന്ത്യയിലെ CPMന്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ CPM ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് പരിശോധിച്ചാൽ അവിടെയെല്ലാം CPM ദുർബലമായപ്പോൾ അവിടെ വളർന്നത് BJPയാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും രാഷ്ട്രീയം എന്ന് പറയുന്നത് കൊടുക്കൽ വാങ്ങലിന്റെ രാഷ്ട്രീയമാണ്, ഒരു ഗീവ് ആൻഡ് ടേക്ക് ആണ്. അത് സ്വാതന്ത്ര്യാനന്തര കാലം മുതൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കേരളവും ബംഗാളും ത്രിപുരയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെയും പുറത്ത് CPM പറയും ഞങ്ങൾ ഹിന്ദുത്വ വിരോധികളാണ്, ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരാണ്, അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയത്തിനെതിരാണ്, RSSന്റെ രാഷ്ട്രീയത്തിനെതിരാണ്. പക്ഷെ ഇവർ തമ്മിലുള്ള അന്തർധാര എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും സജീവമാണ്. കാരണം ഇവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവരുടെ നേതൃത്വം എന്ന് പറയുന്നത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം അത് ബംഗാളിലാണെങ്കിലും ത്രിപുരയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒരു വലിയ കാലയളവ് വരെ അതിനെ നയിച്ചത് മുഴുവൻ ഭൂരിപക്ഷ സമുദായങ്ങളാണ്. ഞാൻ വളരെ കൃത്യമായി പറയാം എന്തുകൊണ്ടാണ് 1957-ല് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഇന്ന് കേരളത്തില് മുഖ്യമന്ത്രിയാകേണ്ടിയിരുന്ന സഖാവ് തോമസ് ആയിരുന്നു, TV തോമസ് ആയിരുന്നു ആലപ്പുഴയിൽ നിന്നുള്ളത്. പക്ഷെ ആ TV തോമസിനെ മാറ്റി നിർത്തി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പോലും സജീവമല്ലാതെ ഇരുന്ന EMSനെ, അദ്ദേഹം ഡൽഹിയിലായിരുന്നു, ഡൽഹിയിൽ പാർട്ടി സെന്ററിന്റെ ചുമതലയുമായി നിന്നിരുന്ന EMSനെ ഇവിടെ നിന്ന് വിളിച്ചു വരുത്തി ഇവിടെ മുഖ്യമന്ത്രിയാക്കിയായിരുന്നു.
50 വർഷം കേരളത്തിലെ CPM-ന്റെ ചരിത്രം നോക്കിയാൽ ഇത് മുഴുവൻ നിയന്ത്രിച്ചത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടും അതുപോലെ തന്നെ EK നായനാരുമാണ്. 87-ൽ KR ഗൗരിയമ്മയെ എങ്ങനെയാണ് വെട്ടി ഒതുക്കിയത്, അതുപോലെ 96-ൽ സുശീല ഗോപാലനെ എങ്ങനെയാണ് വെട്ടി ഒതുക്കിയത് നമ്മൾ കണ്ടു. പിന്നോക്ക ദളിത് രാഷ്ട്രീയത്തിന്റെ നേതാക്കളായിരുന്ന വക്താക്കളായിരുന്ന അവരെ വെട്ടി നിർത്തിക്കൊണ്ട് സവർണ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ടുള്ള EMS-നെയും EK നായനാരെയും ഇവിടെ മുഖ്യമന്ത്രി പദത്തിൽ അവരോധിക്കുന്നത് CPM നമ്മൾ വളരെ വ്യക്തമായി കണ്ടു. അതുപോലെ 58-ല് EMS സർക്കാരിനെതിരെ വിമോചന സമരം കേരളത്തിൽ കത്തിയാളിയപ്പോൾ അതിശക്തമായി കേരളത്തിലെ മുഴുവൻ സാമൂഹിക ജനവിഭാഗങ്ങളും EMS സർക്കാരിനെതിരെ സൽഭരണത്തിനെതിരെ ഈ രാജ്യത്ത് പോരാട്ടവുമായി ഇറങ്ങിയപ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു അന്ന് ജനസംഘത്തിന്റെയും RSSന്റെയും. അതുപോലെ 1957-ൽ ലോക്സഭയിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള സ്വതന്ത്രാംഗം PD സവർക്കറുടെ രാജ്യസേവനത്തെ അംഗീകരിക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അതിനെ അനുകൂലിച്ച നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചത്. അതുപോലെ 67-ൽ ആദ്യമായി പഞ്ചാബിൽ കോൺഗ്രസ് സർക്കാരിനെ പുറത്താക്കിക്കൊണ്ട് അകാലിദളും ജനസംഘവും സർക്കാർ ഉണ്ടാക്കിയപ്പോൾ അതിന്റെ ഭാഗമായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾ. അതുപോലെ വിമോചന സമരത്തിന്റെ കാര്യം 87-ൽ ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരാശയം BJPക്ക് തന്നെ വളവെച്ചു കൊടുത്തത് ഇന്ന് EMS-ന്റെ ശക്തമായ നിലപാടുകളായിരുന്നു. അന്ന് BJPയുടെ നേതാക്കൾ തന്നെ RSSന്റെ നേതാക്കൾ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. RSSന്റെ രഹസ്യ പിന്തുണയോട് കൂടിയാണ് 1987-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നത് എന്ന്. ഇപ്പോൾ ഇവരെടുത്തിരിക്കുന്ന നിലപാട് എന്താ? കാരണം ഞാൻ പറഞ്ഞതുപോലെ അവരിപ്പോൾ പറയുന്നുണ്ടാ ഇന്ത്യയിൽ ഫാസിസം വന്നിട്ടില്ല. പക്ഷെ ഇന്ത്യയിലെ മറ്റു രണ്ട് രാഷ്ട്രീയ ഇടതുപക്ഷ പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നു, ഇന്ത്യയിൽ CPI പറയുന്നു ഇന്ത്യയിൽ ഫാസിസം വന്നിരിക്കുന്നു. CPI-ML പറയുന്നു ഇന്ത്യയിലെ ഭരണകൂടത്തിന് ഫാസിസ്റ്റ് സ്വഭാവമാണ്. ഇപ്പോൾ ഇവർ പറയുന്ന ആ ഒരു വിശദീകരണമാണ് കേൾക്കുമ്പോൾ തന്നെ എന്ത് ലജ്ജാവഹമാണ്. ഇപ്പോൾ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റികൾക്ക് അയച്ചിരിക്കുന്ന ഒരു വിശദീകരണ കുറിപ്പ് അതുപോലെ ചരിത്രത്തിൽ ആദ്യമാണ്. എല്ലാ തവണയും പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ചയ്ക്കിടും. പക്ഷെ ഇവിടെ ചർച്ചയ്ക്ക് വിട്ടപ്പോൾ തന്നെ 2-3 മാസങ്ങൾക്ക് മുമ്പ് ചർച്ചയ്ക്ക് വിട്ടപ്പോൾ തന്നെ ഇവിടെ വലിയ വിമർശനങ്ങളുണ്ടായി. ആ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി പറയുകയാണ്, ഇവിടുത്തെ മധുര പാർട്ടി കോൺഗ്രസ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുകയാണ് ഇന്ത്യയിൽ പിന്നെ ഫാസിസം വന്നിട്ടില്ല, BJP ഭരണകൂടത്തിന് മോദി ഭരണകൂടത്തിന് ഫാസിസ്റ്റ് സ്വഭാവമില്ല. ശക്തമായ വിമർശനം ഉണ്ടായി. ആ വിമർശനം ഉണ്ടായതിനു ശേഷമാണ് ആദ്യമായി എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാഷ്ട്രീയ പ്രമേയത്തിന് കരട് രാഷ്ട്രീയ പ്രമേയത്തിന് ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ആ വിശദീകരണ കുറിപ്പിൽ ഇവർ പറഞ്ഞിരിക്കുന്നതിനെ നോക്കുക. അസാധാരണ രഹസ്യരേഖയെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രൊഫസർ റോണി ബേബിയിലേക്ക് വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് സതീഷ് വസന്തിലേക്ക് പോവുകയാണ്. ഇടതുപക്ഷ നിരീക്ഷകനാണ്. ശ്രീ അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, 22-23 പാർട്ടി കോൺഗ്രസുകളിൽ വളരെ കൃത്യമായി CPM നിലപാടെടുത്തിരുന്നു. അതായത് ഇവിടെ എതിർത്ത് തോൽപ്പിക്കപ്പെടേണ്ടത് മോദി സർക്കാരാണ്, മോദി എന്നത് ഫാസിസ്റ്റിന്റെ മുഖമാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഫാസിസ്റ്റ് അല്ല എന്ന് CPM 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കരട് രാഷ്ട്രീയ പ്രമേയത്തിലൂടെ പറയുകയാണ്. അതായത് ഈ 2 സമ്മേളന കാലയളവുകൾക്കിടയിൽ 3 സമ്മേളന കാലയളവുകൾക്കിടയിൽ ഇത്തരത്തിൽ CPM-ന് മോദി ഫാസിസ്റ്റ് അല്ല എന്ന് ബോധ്യമാകാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തെല്ലാമാണ്? നിങ്ങൾ വലിയ തിരിച്ചറിവിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തിരിച്ചറിവിൻ്റെ ഘടകങ്ങൾ എന്തെല്ലാമാണ്? നോക്കുന്നു, 24-ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ അടുത്ത മാസം വരികയാണ്. അപ്പം അതിൻ്റെ കരട് പ്രമേയമാണ് വന്നിട്ടുള്ളത്. ഒരു കാരണവശാലും മോദി സർക്കാർ അല്ലെങ്കിൽ മോദി ഫാസിസ്റ്റ് അല്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കരട് പ്രമേയത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയല്ലല്ലോ. ഇപ്പം ഭരിക്കുന്ന പാർട്ടി, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൽ ഭരിക്കുന്ന പാർട്ടികളിൽ ഇപ്പം 10 വർഷം കൊണ്ട് ഭരിക്കുമ്പോഴത്തേക്ക് അതൊരു ഫാസിസ്റ്റിൻ്റെ രൂപത്തിലല്ല ഭരണം എന്നാണ് മാത്രം പറഞ്ഞിട്ടുള്ളത്. എല്ലാ കാലത്തും എപ്പോഴും CPM-ഉം അതുപോലെ തന്നെ CPI-യും തന്നെ ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എതിർത്തിട്ടുള്ളൊരു പാർട്ടിയാണ്. അത് സ്വാഭാവികമായി ഇനി എതിർക്കും. അതിപ്പം റോണി കെ ബേബി പറഞ്ഞ പോലെ നമ്മളൊരു മോദി സർക്കാരിനൊരു പ്രത്യേക ഒരു അജണ്ട വെച്ചിട്ട് കൊടുക്കണമെന്നല്ല. ഇത് നമ്മളൊരു 2 ടേം കൊണ്ട് മോദി സർക്കാർ വയ്ക്കുന്നു. ഇപ്പം 3ാമത്തെ ടേമും കിട്ടിയിട്ടുണ്ട് BJPക്ക്. അപ്പം അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വെച്ചാണ് CPM ഇങ്ങനെ ഇറക്കിയിട്ടുള്ളതെന്നാണ് എൻ്റെ ധാരണ. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ ആധികാരികമായി CPM-ന്റെ കാര്യങ്ങൾ 2 തവണ മോദി അധികാരത്തിലിരുന്നു. ഇത് 3ാം തവണയാണ് അധികാരത്തിലിരിക്കുന്നത്. ആ കഴിഞ്ഞ കാലയളവിലെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ്
ഇത്തരത്തിൽ ഒരു ഫാസിസ്റ്റ് സ്വഭാവം കേന്ദ്ര സർക്കാരിന് ഇല്ല, BJP സർക്കാരിന് ഇല്ല എന്ന തിരിച്ചറിവിലേക്ക് CPM എത്തിയത്. അതായത് വളരെ കൃത്യമായി ഈ രാജ്യത്ത് കാര്യങ്ങൾ നടക്കുന്നു, ഫാസിസ്റ്റ് രീതിയിലല്ല ഇവിടുത്തെ രാജ്യത്തെ ഭരണം മുന്നോട്ട് പോകുന്നത്, പകരം വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ഇവിടുത്തെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയാതെ പറയുകയല്ലേ അങ്ങനെയല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാൻ ഇപ്പം 22ഉം 23ഉം പാർട്ടി കോൺഗ്രസിൽ, അപ്പോഴത്തേക്ക് മോഡി സർക്കാർ വന്നതെന്ന് വെച്ചാൽ ഒരു ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ട് തന്നെ അവർ വന്നിട്ടുള്ളത് അല്ലേ. ശ്രീരാമക്ഷേത്രം എന്നുള്ള ഒരു ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ട് തന്നെ അവർ വന്നിട്ടുള്ളത്. അതിന് ശേഷമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് CPMനും അല്ലെങ്കിൽ പാർട്ടിക്കും നമ്മളെ ഇന്ത്യത്തിനും അത് ലോകരാഷ്ട്രങ്ങൾക്കുമല്ല മോഡി സർക്കാർ ഒരു ഫാസിസ്റ്റിൻ്റെ നയത്തിൽ എന്നാൽ വികസിത രീതിയിലായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. നമ്മൾ എന്തും അന്ധമായി ഒരു രാഷ്ട്രീയ പാർട്ടിയെ അല്ലെങ്കിൽ BJPയൊക്കെ നമ്മൾ സതീഷ് വാസന്ത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ ഇവിടെ കവലകൾ തോറും ഇവിടെ പ്രസംഗിച്ചത് എന്തായിരുന്നു? മോദി ഫാസിസ്റ്റ് ആണ്, ഫാസിസ്റ്റ് ഭീകരതയാണ് ഈ രാജ്യത്ത് നടപാടുന്നത്. അതുകൊണ്ട് ഈ ഫാസിസ്റ്റ് ഭീകരതയിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാൻ ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്യൂ, ആ സഖ്യത്തെ അധികാരത്തിലേക്കു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ ക്യാമ്പയിൻ നടത്തിയത്. എന്തുകൊണ്ട് ഈ ചെറിയ കാലയളവിൽ മോദി ഫാസിസ്റ്റ് അല്ല, കേന്ദ്ര സർക്കാർ BJP ഫാസിസ്റ്റ് അല്ല എന്ന നിഗമനത്തിലേക്ക് നിങ്ങൾ എത്തി? അതിന്റെ ഘടകമാണ് അറിയേണ്ടത്. അല്ല, ഞാൻ ഒരു കരട് പ്രമേയം ചർച്ചയ്ക്ക് വെക്കാൻ വേണ്ടി വന്നിട്ടുള്ളതിന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അത് പൊതുജനങ്ങൾക്കും അല്ലെങ്കിൽ പാർട്ടിയുടെ താഴെ ഘടകങ്ങൾക്കും അത് കൊടുത്തിട്ടുള്ളതിന് അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മിപ്പം CPIക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ്, CPIM-ന് പ്രത്യേക ഇതാണ്. അഡ്വക്കേറ്റ് സതീഷിലേക്ക് വരാം. CPM-ന്റെ ഒരു രീതി അനുസരിച്ച് പാർട്ടി കോൺഗ്രസുകൾക്ക് മുന്നോടിയായി ഇത്തരത്തിൽ ബന്ധപ്പെട്ട പാർട്ടി കോൺഗ്രസിൽ എടുക്കേണ്ട രാഷ്ട്രീയ നിലപാട് എന്താണ്, അടവ് നയം എന്താണ് എന്നുള്ള കാര്യത്തിൽ സമഗ്രമായ ഒരു ചർച്ചയ്ക്കാണ് ഈ രാഷ്ട്രീയ പ്രമേയം സാധാരണഗതിയിൽ ബ്രാഞ്ച് തലത്തിൽ വരെ വരാറുള്ളത്. അതിൽ ചില ഭേദഗതികൾ മുന്നോട്ട് വയ്ക്കും, കേന്ദ്രസമിതിക്ക് ആ ഭേദഗതികൾ പരിശോധിക്കും, ഒടുവിൽ കരട് രാഷ്ട്രീയ പ്രമേയത്തിന് അന്തിമ രൂപം നൽകും. ഇതാണ് ഒരു രീതി. പക്ഷേ വളരെ അസാധാരണമായ ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതിൽ തന്നെ വളരെ കൃത്യമായി പറയുകയാണ്, മോദി ഫാസിസ്റ്റ് അല്ല, നിയോ ഫാസിസ്റ്റുമല്ല BJP സർക്കാർ എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇത് അസാധാരണമായ ഒരു നീക്കം തന്നെയല്ലേ? നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങളിത് രഹസ്യ ഇതെന്നാണ് പറഞ്ഞാൽ നിങ്ങളിത് പറയുന്നത്. ഇത് CPM-ൻ്റെ ഒരു വക്താവും ഇതിനെപ്പറ്റിയുള്ള ചർച്ചയും പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്നാൽ തന്നെ ഇത് പറയാൻ നമ്മൾ പഴയ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. CPM എന്ന് പറയുന്നത് എന്നും ന്യൂനപക്ഷത്തിനായിരുന്നാലും ന്യൂനപക്ഷ വർഗീയതയെന്നാലും ഭൂരിപക്ഷ വർഗീയതയിലും എതിർത്തുകൊണ്ട് നിൽക്കുന്നതാണ്. ഇപ്പം മോഡി സർക്കാർ ആദ്യം വന്നത് നിങ്ങൾ പറഞ്ഞ പോലെ 22ഉം 23ഉം പാർട്ടി കോൺഗ്രസ് പറഞ്ഞത് സ്പഷ്ടമായിട്ട് കറക്റ്റാണ്. അപ്പോൾ ഫാസിസ്റ്റ് നയങ്ങളോടുകൂടിയാണ് വന്നത്. പക്ഷേ ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ അതൊരു ഫാസിസ്റ്റ് നയത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഒരു നയത്തിലേക്ക് മോഡി സർക്കാർ പോകുമ്പോഴത്തേക്ക് അതിന് നമ്മൾ അന്ധമായി നമ്മൾ എതിർക്കേണ്ട ആവശ്യമുണ്ടോ? അത് CPM-ൻ്റെ എനിക്ക് തോന്നുന്നു CPM-ൻ്റെ വക്താക്കൾ പാർട്ടിയിലെ അംഗങ്ങൾ പറഞ്ഞു. ഞാനെന്ന് വെച്ചാൽ ഒരു ഘടകകക്ഷിയുടെ നേതാവാണ്. നമുക്ക് LDF-ൻ്റെ കാര്യമുണ്ട്. ഇപ്പോൾ CPI എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. CPM ഇങ്ങനെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഓരോ കാരണങ്ങൾ കാണും. ആ നയം CPM-ന് തിരുത്തേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. അല്ല, തിരുത്തേണ്ടി വന്ന അത് ഇതിപ്പോൾ കരട് പ്രമേയമല്ലോ, ചർച്ചയ്ക്ക് വേണ്ടിയല്ലേ പൊതുജനങ്ങൾക്കും അതുപോലെ പാർട്ടി താഴെ ഘടകങ്ങൾക്കും കൊടുത്തിട്ടുള്ളത്. ഇടതുപക്ഷ സൈദ്ധാന്തികൻ പാണ്ഡ്യാല ഷാജിയിലേക്കാണ്. ശ്രീ പാണ്ഡ്യാല ഷാജി, CPM-ന്റെ രീതി അനുസരിച്ച് നമുക്കറിയാം ഇത്തരത്തിൽ കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ചയ്ക്കായി അയക്കാറുണ്ട്. പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി എടുക്കേണ്ട രാഷ്ട്രീയ നിലപാട് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു ആശയ രൂപീകരണം നടത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. 22, 23 പാർട്ടി കോൺഗ്രസുകളിൽ വളരെ കൃത്യമായി CPM പറഞ്ഞു വെക്കുന്നത് മോദിയാണ് ശത്രു, ഫാസിസമാണ് ശത്രു, BJP ആണ് ശത്രു എന്ന് പറഞ്ഞു വെക്കുന്നു. ഇപ്പോൾ പറയുന്നു മോദി ഫാസിസ്റ്റ് അല്ല, നിയോ ഫാസിസ്റ്റ് പോലും അല്ല കേന്ദ്ര സർക്കാർ എന്ന് CPM പറയുകയാണ്. ഈ ഘട്ടത്തിൽ അങ്ങ് എങ്ങനെയാണ് CPM-ന്റെ ഈ നിലപാടിനെ വിലയിരുത്തുന്നത്? മാഡം, ഇതിനകത്ത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. കേരളത്തിലെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ആളും അയാളുടെ കുടുംബവും അനവധി കേസുകൾക്കകത്ത് പെടാനിരിക്കുകയാണ്, അല്ലെങ്കിൽ പെട്ട് കിടക്കുകയാണ്. അത് പിന്നെ അതെന്താ പറയാ, അത് എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ.
ഇത്തരമൊരവസ്ഥയിൽ കേന്ദ്രം ഭരിക്കുന്ന BJP-യെ അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വമായ സംഘപരിവാര രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനെ മുഖ്യമന്ത്രിയും അവരുമായി ബന്ധമുള്ള ആളുകളും അക്ഷരാർത്ഥത്തിൽ ഭയന്നിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ പ്രാഥമികമായ ഒരർത്ഥം. അപ്പം ഇതിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. ആ ഏക വഴി എന്താണെന്ന് പറഞ്ഞാൽ ആ വഴി നിലവിലുള്ള സെൻട്രൽ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് അത് ഫാസിസ്റ്റ് അല്ല എന്ന ഒരു സങ്കല്പത്തിലേക്ക് പാർട്ടിയെ നയിക്കണം. ഈ നയിക്കുക എന്ന് ഇതിനല്ലാതെ ഇതിനകത്ത് വരാവുന്ന വേറെ ഒരു പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയും ഒന്നുമില്ല. ഇതിനകത്ത് ഒരു മണ്ണാങ്കട്ട ഇതിനകത്തില്ല. അല്ല എങ്കിൽ ഈ കരടിനകത്ത് ഇവർ അല്ലെങ്കിൽ കരടിനോടൊപ്പം ഇവർ വിശദീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ എന്താണ് സെൻട്രൽ ഗവൺമെന്റിനെ കുറിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ വർഗപരമായ വിശകലനം എന്താണ്? ഈ വർഗപരമായ വിശകലനം നടത്തുമ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നടത്തുന്ന ഒരു വർഗപരമായ വിശകലനത്തിൽ ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന റവല്യൂഷൻ എന്ന് പറയുന്നത് നാഷണൽ ഡെമോക്രാറ്റിക് റവല്യൂഷനാണ്, ദേശീയ ജനാധിപത്യ വിപ്ലവമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആവട്ടെ അത് അവതരിപ്പിച്ചിരിക്കുന്ന റവല്യൂഷൻ ഇതിന്റെ സങ്കല്പം എന്താണെന്ന് പറഞ്ഞാൽ അത് പീപ്പിൾസ് ഡെമോക്രാറ്റിക് റവല്യൂഷനാണ്. ഈ പീപ്പിൾസ് ഡെമോക്രാറ്റിക് റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു വലിയ വിപ്ലവ സങ്കല്പത്തെ പാർട്ടി കൈയൊഴിഞ്ഞു. ഇത് പാർട്ടി കൈയൊഴിഞ്ഞില്ലെങ്കിൽ ആ കൈയൊഴിയാനുണ്ടായിരിക്കുന്ന രാഷ്ട്രീയമായിരിക്കുന്നതും സൈദ്ധാന്തികവുമായ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങൾ എന്താണ്? ഇത് വിശദീകരിക്കണം. ഇതൊന്നും വിശദീകരിക്കാതെ വളരെ കൂടായി ഒരു ചെറിയ തുകട കള്ളാസിനകത്ത് എഴുതിയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സ്വകാര്യ സാധനം പോലെ കൊടുത്തേക്കുകയാണ്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയും അയാളുടെ ഭാര്യയും അയാളുടെ മക്കളും പെട്ടിരിക്കുന്ന അതിഗുരുതരമായിരിക്കുന്ന തീവട്ടിക്കൊള്ളയുടെയും കേസുകളുടെയും അവസ്ഥയിൽ നിന്ന് സെൻട്രൽ ജയിലിന്റെ അഴി പൊളിച്ചാൽ പുറത്തു വരാത്തൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോദി ഗവൺമെന്റിനെതിരായി വരാവുന്ന ഏത് എജിറ്റേഷനെയും ദേശീയ രാഷ്ട്രീയത്തിനകത്ത് വളർന്നു വരുന്ന രാഷ്ട്രീയ മുന്നണിയെ പോലും പൊളിക്കാൻ ആവശ്യമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ രൂപരേഖയുടെ കരടാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ഒരു കരട് രേഖയായി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് അവതരിപ്പിച്ചത് എന്തിനാണ്? രണ്ടാമത്തെ വിഷയം എന്തിനാണ് ഇത് അവതരിപ്പിച്ചത്? ഈ അവതരിപ്പിച്ച വിഷയം എന്താ പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൽ രൂപം കൊണ്ടുവന്നിട്ടുള്ള എന്നാൽ അത് വിപുലീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ ബലവത്താക്കപ്പെടുകയോ നിരവധി സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി കടിഞ്ഞു കിടക്കുകയോ ചെയ്യുന്ന ഇന്ത്യ മുന്നണിയെ 100% ആയിട്ട് വീക്കൻ ചെയ്യണം. ഇത് വീക്കൻ ചെയ്യുന്നതിന് ഒരു മുന്നോടിയായിട്ട് രണ്ട് ഉദാഹരണങ്ങൾ മുമ്പിൽ വെക്കുകയാണ്. മരിച്ചുപോയിരിക്കുന്ന സീതാറാം യെച്ചൂരി മരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് ഡൽഹിയിലകത്ത് ഒരൊറ്റ സ്ഥലത്ത് പോലും സ്വന്തം പാർട്ടി ചിഹ്നത്തിനകത്ത് വോട്ട് ചെയ്യാൻ കഴിയാതെ മരിച്ചുപോയി നിസ്സഹായനായി ഭരിച്ചിരിക്കുന്ന ഒരാളും കൂടിയാണ് CPI-ന്റെ പോളിറ്റ് മെമ്പറും അഖിലേന്ത്യാ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സഖാവ് സീതാറാം യെച്ചൂരി. ഈ യെച്ചൂരിയെ ബംഗാളിൽ നിന്ന് 2 തവണയായി രാജ്യസഭയിലേക്ക് കൊണ്ടുവരണമെന്ന് പറയാവുന്ന ഏകപക്ഷീയമായിരിക്കുന്ന അഭിപ്രായം വന്നപ്പോ ആ 2 തവണയും ടോർപ്പിഡോ ചെയ്തത് ആരാണ് ടോർപ്പ് ചെയ്തത്? ആ ടോർപ്പിഡോ ചെയ്തതും ഈ കേരളത്തിലെ ഈ കാട്ടാസ മുഖ്യമന്ത്രിയാണ്. ഈ കാട്ടാസ മുഖ്യമന്ത്രിയും അയാൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളുടെയും ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യസഭക്കകത്ത് പോലും മോദി ഗവൺമെന്റിനെതിരായി വരാവുന്ന പാർട്ടിയുടെ നിലപാട് വിശദീകരിക്കേണ്ട എന്ന തീരുമാനത്തെത്തിയതും ഈ പറയുന്ന ഈ മുഖ്യന്റെ തന്ത്രപരമായ നിലപാടിന്റെ ഭാഗമാണ്. ഇതിനർത്ഥം എന്താണ്? ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിനകത്ത് ഏതെല്ലാം വിധത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വരുന്ന ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ബിജെപിയെ ശക്തിപ്പെടുത്താൻ ആവശ്യമായിരിക്കുന്ന ഒരു കരട് രേഖ പാർട്ടിയുടെ ചെലവിൽ കൊണ്ടുവരികയും ചെയ്യുന്ന അങ്ങേയറ്റം ജനവിരുദ്ധമായ ഒരു കരട് രേഖയാണ് വാസ്തവത്തിൽ ഇത്. അതുകൊണ്ട് തന്നെ ഈ രേഖ എന്ന് പറയുന്നത് ഒരിക്കലും ചർച്ച ചെയ്യപ്പെടേണ്ട വലിയ സംഭവമല്ല. മൂന്നാമത്തെ വിഷയം എന്താണ്? CPM എന്നൊരു പാർട്ടി അത് പൂർണ്ണമായി ഉണ്ടായിട്ട് അത് ഏതാണ്ട് ഒരു ഹിന്ദു പാർട്ടിയായി മാറിയിരിക്കുകയാണ്. സാധാരണ ഹിന്ദു പാർട്ടിയായി മാറിയിരിക്കുന്നു. ഈ ഹിന്ദു പാർട്ടിയായി മാറി എന്നതിന്റെ വളരെ പ്രത്യക്ഷമായിരിക്കുന്ന ഒരു ഉദാഹരണമാണ് മലപ്പുറത്തെ അങ്ങേയറ്റം പ്രതിക്കൂട്ടിൽ കയറ്റി എന്താ പറയുക ഡൽഹിയിൽ പോലും വാർത്താ സമ്മേളനം നടത്താൻ മാത്രം ഉണ്ടായ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹം പോളിറ്റ് മെമ്പർ കൂടിയാണ്. ഇത് മാറുന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ പറയാം വലിയ പ്രത്യയശാസ്ത്രപരമായ വിഷയങ്ങളിലേക്കൊന്നും ഇതിനെ കടന്നിട്ട് അങ്ങനെ കീറാൻ മാത്രമുള്ള ഒരു മണ്ണാങ്കട്ട ഇതിനകത്തില്ല. ആകെ ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. ഇത് പാർട്ടിയുടെ വൗച്ചറിൽ മുറിച്ചുകൊണ്ട് ബിജെപിയുടെ ചെലവിൽ വീണ്ടും കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരാനുള്ള ഒരു തന്ത്രപരമായിരിക്കുന്ന കരുനീക്കമാണ് വാസ്തവത്തിൽ ഈ കരട് രേഖ എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയാൻ കഴിയും. ഇത് അവസാനത്തെ ഒരു പോയിന്റ് കൂടി ഞാൻ പറയാം. ഇതിങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും ഈ പാർട്ടിയുടെ അവസ്ഥ എന്നുള്ളതാണ്. ഒന്നുമില്ല. ഈ പാർട്ടി സമ്പൂർണ്ണമായി നശിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെ സമ്പൂർണ്ണമായി നശിച്ചു പോയാൽ ഇയാൾക്ക് വല്ല നഷ്ടമുണ്ടോ? ഇയാൾക്ക് പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന പോളിറ്റ് മെമ്പർ പോലും സെൻട്രൽ കമ്മിറ്റി ഏതെങ്കിലും ഒരാൾക്ക് അത് ഒറ്റ ഒരാൾ ഒരു എക്സാമ്പിൾ പറയാം. ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് മെമ്പർ വായിക്കുന്ന ഗോവിന്ദനുണ്ടല്ലോ. ഈ ഗോവിന്ദന് കണ്ണൂരിൽ വന്നിട്ടാണ് KSTയുടെ സമ്മേളനത്തിന് ജില്ലാ സമ്മേളനത്തിനകത്ത് പറഞ്ഞത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം
അത് ഇന്ത്യയിൽ പ്രയോഗത്തിൽ വരുത്താൻ കഴിയില്ല. ഒന്ന് ആരാ പറഞ്ഞത് തന്നെ തെറ്റാണ്. ഡയറ്റിക്കൽ മെറ്റീരിയൽസ് അങ്ങനെ കൊണ്ടുപോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സാധനമൊന്നും അല്ലാതെ. ഡയറ്റിക്കൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ചരിത്രപരമായിരിക്കുന്നതും ചരിത്രപരവും സാമൂഹ്യശാസ്ത്രപരവും എന്താ പറയുക ശാസ്ത്രീയവുമായിരിക്കുന്ന വീക്ഷണമാണത്. ഇത്തരം ഒരു വീക്ഷണം നടപ്പിലാക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അത് നടപ്പിലാക്കേണ്ടതല്ല. മനുഷ്യൻ അത്തരം ഒരു അവസ്ഥയിലേക്ക് ചരിത്രപരമായി വളർന്നു വരുന്നതാണ്. അതാണ് മാർക്സിന്റെ ചരിത്രപരമായിരിക്കുന്ന ഭൗതികവാദം എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതാണ് സങ്കല്പം. അതാണ് ഇതിനെപ്പോലും അടിസ്ഥാനപരമായിരിക്കുന്ന യാതൊരു ധാരണയുമില്ലാത്ത കുറെ കാട്ടാസുകൾ ഈ പാർട്ടിയുടെ പോളിറ്റ് സെൻട്രൽ കമ്മിറ്റിയിൽ കയറി ഇരുന്നിട്ട് വായിക്ക് തോന്നി എന്ത് വിളിച്ചു പറയാമെന്നാണോ? ഈ വിളിച്ചു പറയാന്ന് പറയുമ്പോൾ എത്ര ആളുകൾ എന്തിനോ ഈ പാർട്ടി 964 പിളർന്നത്? പറയണ്ടേ, മറുപടി പറയണ്ടേ? 964 എന്ത് രാഷ്ട്രീയ നിലപാടിന്റെ പേരിലാണ് ഈ പാർട്ടി വളർന്നത്? ജനകീയ ജനാധിപത്യവും ദേശീയ ജനാധിപത്യവും വിപ്ലവ സങ്കല്പം ഉണ്ടായി. ഈ ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്ന സങ്കല്പമേ ഇല്ല. ആ സങ്കല്പം ഇല്ലാതെ ആക്കി മാറ്റിയിട്ടാണ് ഇപ്പൊ എന്ത് പറയുക ആവർത്തിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലുള്ള ഗവൺമെന്റ്, ദേശത്തിലുള്ള സെൻട്രൽ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് എന്തില്ല ഫാസിസ്റ്റും അല്ല, അത് ഒരു നിയോ ഫാസിസ്റ്റും അല്ല, അത്തരത്തിലുള്ള ഒരു സംഭവവും ഇല്ല. പിന്നെ എന്തായിരുന്നു നാം ഇതുവരെ പാർട്ടി മെമ്പർമാരോടും കേരളത്തിലും ഈ പാർട്ടി പ്രസംഗിച്ചു നടന്നിരുന്നത്? പറയണം എന്തായിരുന്നു പ്രസംഗിച്ചു നടന്നത്? ഇയാൾ ആർക്കെതിരായിട്ടാണ് സമരം നയിച്ചു എന്ന് പറഞ്ഞ ഇത്രയും കാലം? നാട്ടുകാരെ പറ്റിക്കലോ? ഈ പറ്റിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്താണ്? പൊതുജനങ്ങളെ വിഡ്ഢിയാക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇത് മാറുകയാണ്. കാരണം സംഘടന പോയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകൾ പോയി കഴിഞ്ഞിരിക്കുന്നു. ഈ പാർട്ടിയെ അയാൾ വിചാരിച്ചിരിക്കുന്ന ദിശയിലേക്ക് നയിക്കുക എന്ന ഹീനവും ജിഗുപ്സാവകവുമായിരിക്കുന്ന ഒരു നയത്തിന്റെ ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ് അത്. പൂർണ്ണമായും അയാളിലും അയാളുടെ കുടുംബത്തിലും അയാളുടെ സിൽബന്ധികളിലും മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന ഒരു സംഭവമായിട്ട് മാത്രമേ മേഡം ഈ സംഭവത്തിനകത്ത് എനിക്ക് തോന്നുള്ളൂ. ഇതാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. അതായത് പിണറായി എന്ന വ്യക്തിയിലേക്ക് പാർട്ടി ചുരുങ്ങിപ്പോയതിൻ്റെ, മറ്റ് നേതാക്കൾക്കൊന്നും പ്രസക്തിയില്ലാതെ പാർട്ടി എന്നാൽ പിണറായി എന്ന ഒറ്റ പദത്തിലേക്ക്, ഒറ്റ നാമത്തിലേക്ക് ചുരുങ്ങിപ്പോയതിൻ്റെ സവിശേഷതകളാണ്, ആ പതനമാണ് CPM ഇന്ന് അഭിമുഖീകരിക്കുന്നത് എന്നാണ് പാണ്ഡ്യാല ഷാജി പറഞ്ഞു വെക്കുന്നത്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഒടുവിൽ CPMന് വലിയ തിരിച്ചറിവുണ്ടായിരിക്കുകയാണ്. മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ലെന്ന് CPMന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വരെ പറയുന്ന ആ നിലയിലേക്ക് CPM എത്തിയിരിക്കുകയാണ്. സത്യത്തിലേക്ക് CPM നടന്നു നീങ്ങുന്നു എന്ന് വേണമോ ഈ ഘട്ടത്തിൽ കരുതാൻ? അല്ല നീലിമ, ഇതൊക്കെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കണ്ണൂരിനകത്ത് ശ്രീ പിണറായി വിജയൻ കുറച്ച് നാൾ മുന്നേ പ്രസംഗിച്ച വാക്കുകൾ എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം അന്ന് നരേന്ദ്രമോദി സർക്കാരിനെയും അതുപോലെ തന്നെ സംഘപരിവാർ കുടുംബത്തെയും RSSനെയും BJPയും ഒക്കെ വിമർശിച്ചതും എനിക്ക് ഓർമ്മയുണ്ട്. കാലങ്ങൾക്ക് മുൻപ് ഇവർ മുദ്രാവാക്യം വിളിച്ച് നടന്നു, ഇവരെ അണികളെ പഠിപ്പിച്ചിരുന്നതും പാർട്ടി ക്ലാസ്സുകളിലൊക്കെ ഇവരെന്തൊക്കെ പറഞ്ഞിരുന്നുവെന്നും ഈവൻ SFI മുതൽ DYFI മുതൽ CPM മുതൽ ഇനി ഇവരുടെ മറ്റ് പോഷക സംഘടനകളും അതുപോലെ തന്നെ വിവിധ സർവീസ് സംഘടനകളൊക്കെ ഇവർ എങ്ങനെയാണ് അതിൻ്റെ തലച്ചോറിലേക്ക് ഇവർ BJPയെക്കുറിച്ചും സംഘപരിവാറിനെ കുറിച്ചൊക്കെ കൊണ്ടുപോയി കപടത പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് എന്നുള്ളതും ഞങ്ങൾ കുറേ കണ്ടിട്ടുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി ഇവിടുത്തെ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കാൻ മാത്രം വലുതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇനി ഇവരുടെ സർട്ടിഫിക്കറ്റും വേണ്ട. ഒരു കാര്യം നമ്മൾ ജനങ്ങളോട് പറയേണ്ടിയിരിക്കുന്നത്, ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവർ 22ാം കോൺഗ്രസിലും 23ാം കോൺഗ്രസിലും ഒക്കെ ഇവർ പറഞ്ഞിരുന്ന പ്രസംഗങ്ങളുണ്ട്, ഇവർ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ കാര്യങ്ങൾക്കൊക്കെ വിരുദ്ധമായി 24-ന് ഇവരിത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ഇത്ര കാലം പറഞ്ഞിരുന്നതും ഇവർക്ക് ഏറ്റുപിടിച്ചതുമായിട്ടുള്ള നിരവധി അണികളുണ്ട്. ആ അണികളോട് എനിക്ക് പറയാനുള്ളത്, കാലം നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നിരിക്കുന്നു. നിങ്ങളുടെ നേതാക്കന്മാരും നിങ്ങളുടെ പ്രത്യയശാസ്ത്രവും പരിപൂർണമായി പറഞ്ഞിരുന്നത് വഴിതെറ്റിക്കുന്നതായിട്ടുള്ള അനാവശ്യമായ കാര്യങ്ങളായിരുന്നുവെന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതിൽ കൃത്യമായി അവർ പറഞ്ഞിരിക്കുന്നു. എന്താണ് അവരുടെ ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ, അവർ കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊന്ന് നോക്കുകയാണ്, വിവിധ മേഖലകളിലേക്കൊന്ന് നോക്കുമ്പോഴാണ് ഇവരിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇവർ എന്താണോ പറയുന്നത് ആ പറയുന്നതൊന്നുമല്ല യാഥാർത്ഥ്യമെന്നും ആ പറയുന്നതായിട്ട് യാതൊരുവിധ ബന്ധവും ഇന്ന് ഇന്ത്യ മഹാരാജ് നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ഇല്ല എന്നുള്ളതും വ്യക്തമായി ഇവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇവർ ഒറ്റക്കാര്യം തീരുമാനിച്ചത്. അത് ശരിയല്ല എന്നുള്ള കാര്യം ശരിയല്ല എന്ന് തന്നെ പറയാൻ ഇവർ തീരുമാനിച്ചത്. എന്താണ് ഇവരുടെ പഴയ ചരിത്രം? ഇവരുടെ ചരിത്രം എല്ലാ കാര്യത്തിലും അങ്ങനെയല്ലേ. 10-20 കൊല്ലം കഴിഞ്ഞാൽ കുട്ടികൾക്ക് വെളിച്ചം കത്തുള്ളൂ. ആ വെളിച്ചം കത്തുമ്പോൾ ഇവരിത് വിളിച്ചു പറയുള്ളൂ. സ്വാഭാവികമായിട്ട് ഇവരതൊക്കെ വിളിച്ചു പറയുമ്പോൾ 20 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണല്ലോ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇന്ന് 30 വർഷങ്ങൾക്ക് പുറകെ നിൽക്കുന്നത്. ഇവരുടെ ഈ നടക്കാത്ത ആശയങ്ങളും
വാക്കുകളും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കലും വെറുതെ ഈ ഗോവിന്ദൻ മാഷ്ട പ്രസംഗം കണ്ടിട്ടില്ലേ, എന്നെ നോക്കിക്കാണുന്ന നീയല്ല നിന്നെ നോക്കിക്കാണുന്ന ഞാൻ എന്ന് ഞാനും ചിന്തിക്കുന്നതിൽ തെയ്യോ തെറ്റോ എന്ന് ചോദിക്കുന്ന പോലെ അവിടെ മനസ്സിലാവില്ല ഇവിടെയും മനസ്സിലാവില്ല. ഇവരിങ്ങനെ കുറെ ചർച്ച ചെയ്യും, പക്ഷേ അണികളുടെ തലച്ചോറിലേക്ക് ഇവർ കൊടുത്തിരുന്ന ഓരോ പോയിന്റുകളും അവരെ വഴിതെറ്റിക്കുന്നതായിരുന്നു. അവരെ ഏറ്റുവിളിപ്പിച്ചിരുന്ന ഓരോ പോയിന്റുകളും പരിപൂർണമായി തെറ്റിദ്ധരിപ്പിക്കലായിരുന്നു എന്നുള്ളത് വേണം കൃത്യമായി മനസ്സിലാക്കാൻ. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും BJPയും സംഘപരിവാറും ഇതിനു മുൻപുണ്ടായിരുന്ന അടൽ ബിഹാരി വാജ്പേയിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരും അതിനു മുമ്പുണ്ടായിരുന്ന വിവിധ സർക്കാരുകൾ ഞങ്ങൾക്ക് പങ്കാളിത്തമുള്ള സമയത്തെ കാര്യങ്ങളുമൊക്കെ വളരെ കൃത്യമാണ്. ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ വികസനവും രാഷ്ട്ര സ്നേഹവും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അടിസ്ഥാന വർഗ ആളുകൾ മുതൽ ഇങ്ങോട്ട് എല്ലാ വിഭാഗക്കാരെയും കോർത്തിണക്കിക്കൊണ്ടുള്ള സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന് പറയപ്പെടുന്ന ഒരു വിശാല പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ രാജ്യത്തെ ഭരിച്ചതും രാജ്യത്തെ കണ്ടതും രാജ്യത്തെ ഉൾക്കൊണ്ടതും. ഞങ്ങൾ കൃത്യമായി രാഷ്ട്രത്തിനോടാണ് ഞങ്ങൾക്ക് കൂറ്. ആ രാഷ്ട്രത്തിനകത്തെ വളർച്ചയോടാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിഷ്വൽ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലും അല്ലെങ്കിൽ യെച്ചൂരിയുടെ നേതൃത്വത്തിലും ഒക്കെ ഉണ്ടായിരുന്ന പാർട്ടിയും അതിന് മുമ്പുണ്ടായിരുന്ന പാർട്ടിയും ഒക്കെ ഇവർ ഇങ്ങനെ പാർട്ടി ക്ലാസ്സുകൾ എടുത്തെടുത്ത് ഇവരുടെ പാർട്ടി എന്തുണ്ടായി? ഈ കേരളം എന്ന് പറയപ്പെടുന്ന ചെറിയ തുരുത്തിലേക്ക് മാത്രം എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അവിടെ അവർ തിരുത്തൽ വരുത്തുക എന്ന് പറയുന്നത് അവരുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരുത്തൽ വരുത്താം. ആ തിരുത്തൽ വരുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ പാർട്ടിക്ക് ചിലപ്പോൾ നിലനിൽക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആ തിരുത്തിയില്ലെങ്കിൽ ആ പാർട്ടി ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ചരിത്രമായി മാറുന്ന അവസ്ഥയും നമ്മൾ കാണേണ്ടി വരും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും ഞങ്ങൾക്ക് വിഷയമുള്ള കാര്യങ്ങളല്ല. അവരുടെ രേഖ തിരുത്തുകയോ നയം മാറ്റുകയോ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ. CPMന്റെ നയം മാറ്റി എന്ന് വിചാരിച്ചിട്ട് ഇന്ത്യ മഹാരാജ്യത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവരുടെ ഈ നയം കൊണ്ടു നടന്നു എന്ന് വിചാരിച്ചിട്ടും ഇന്ത്യ മഹാരാജ്യത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. കേരളത്തിനകത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 3 ദിവസം മുൻപ് ബഹുമാനായ ശ്രീ പീയൂഷ് ഗോയൽ സ്കിൽ ഡെവലപ്മെന്റിന്റെ മന്ത്രി കൃത്യമായി ജനങ്ങളോട് വന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ പൊതുസമൂഹത്തോട് പറഞ്ഞില്ലേ, ഇവിടെ വ്യവസായ മേഖലകളടക്കമുള്ള ബിസിനസ് സംവിധാനങ്ങളടക്കമുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയപ്പെടുന്ന വലിയ സംവിധാനത്തിലേക്ക് മനസ്സിനെ നിങ്ങൾ കേന്ദ്രീകരിച്ച് കൃത്യമായി പ്രവർത്തിക്കണം. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളോടും മോദി സർക്കാരിനുള്ളത് ഒരേ സമീപനമാണ്. കേരളവും ഞങ്ങളോടൊപ്പം മുന്നേറണം. കേരളത്തിലെ വികസനവും ഞങ്ങളുടെ അജണ്ട തന്നെയാണ്. കേരളത്തിൽ പലതരത്തിലും വരാൻ സാധിക്കില്ല എന്ന് പറയപ്പെടുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ ശൈലി മാറ്റുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനത്തിലേക്ക് കേരളം വരണം എന്ന് പറയപ്പെടുന്ന വിശാല കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. എല്ലാ സംസ്ഥാനങ്ങളും വളരുന്നതോടൊപ്പം കേരളവും വളരാനുള്ള ഒരു കാര്യം ഉണ്ടാകട്ടെ. അതിനകത്ത് ഇവർ നയം മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ഇവർക്ക് ഇനിയിപ്പോൾ ഇവർ ലിറ്ററേച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനകത്ത് എന്ത് നിയോന്റെ അർത്ഥം എന്താണ്, നിയോ ഫാസിസത്തിന്റെ അർത്ഥം എന്താണ്, ഇവരതൊക്കെ പഠിപ്പിക്കാതിരിക്കുക, എഴുതുക വരയ്ക്കുക എന്ത് വേണേൽ ചെയ്തോട്ടെ. ഇതിനകത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവര് 4 പേര് 10 പേരോ. അതാണ് BJPയുടെ നിലപാട്. ഇങ്ങനെ CPM കാരുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ ഇങ്ങനെ BJPയോടുള്ള നിലപാട് തിരുത്തി എന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ രാജ്യത്തെ കേന്ദ്ര സർക്കാരിനോ BJPക്കോ എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ശ്രീ റോണി കെ ബേബി, ഈ ഇന്ത്യ സഖ്യത്തിലെ ഒരു പ്രബല കക്ഷിയാണല്ലോ CPM. അപ്പോൾ CPM ഈ മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞു വെക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ശരത് പവാറിൻ്റെ ഒരു നിലപാട് മാറ്റം നമ്മൾ കണ്ടതാണ്. RSS അങ്ങനെ ഭയപ്പെടേണ്ട സംഘടനയല്ല എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശരത് പവാർ അഭിപ്രായപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ശരത് പവാറിനെ പോലുള്ളവർക്ക് CPMനെ പോലുള്ളവർക്ക് എല്ലാം ഈ വലിയ നയം മാറ്റേണ്ടി വരികയാണ്. ഈ BJPയോടുള്ള മോദിയോടുള്ള അന്ധമായ വിരോധം തീർക്കാൻ സമയമായി എന്ന് ഇന്ത്യ മുന്നണിയിലെ ഓരോ ഘടകകക്ഷിയും ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അവസാനം ഇന്ത്യ മുന്നണിക്ക് തന്നെ ഒരു ദിശാബോധം ഇല്ലാതാകുന്ന സ്ഥിതിയുണ്ടോ ഇപ്പോൾ? ഈ CPMന്റെ ഈ നിലപാടിനെ ഞാനൊരു നയമാറ്റമായി ഞാൻ കാണുന്നില്ല. ഇത് CPM എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന തത്വശാസ്ത്രമായ മാർക്സിസത്തിന്റെ ആത്യന്തികമായ ഒരു അന്ത്യം. അത് ഇങ്ങനെ തന്നെ വരികയുള്ളൂ. ഇത് കാർൽ മാർക്സ് തന്നെ ആസ് ക്യാപിറ്റൽ 1848 എഴുതിയപ്പോൾ അദ്ദേഹം തന്നെ കൃത്യമായി തന്നെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ പാണ്ഡ്യാല ഷാജിയൊക്കെ ചൂണ്ടിക്കാണിച്ച ആ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, വൈരുദ്ധ്യാത്മക ഭൗതികവാദം, അതിൽ പറയുന്നുണ്ട് എവരി സിസ്റ്റം ഈസ് ഇൻകംപ്ലീറ്റ്. എല്ലാ സിസ്റ്റം എന്ന് പറയുന്നത് അപൂർണമാണ്. ആ സിസ്റ്റത്തിന്റെ അകത്തുള്ള ഇന്റേണൽ കോൺട്രഡിക്ഷൻസ് അത് ആത്യന്തികമായി ആ സിസ്റ്റത്തിന്റെ തന്നെ തകർച്ചയിലേക്ക് നയിക്കും. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ സിസ്റ്റം ഇന്ത്യയിലെ
കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സിസ്റ്റം, ആ സിസ്റ്റത്തിന്റെ അകത്ത് കഴിഞ്ഞ 50-60 വർഷമായിട്ടുണ്ടായിരുന്ന ഇതുപോലെയുള്ള ആന്തരിക സംഘർഷങ്ങൾ, ആന്തരിക സംഘർഷങ്ങളാണ് ഇപ്പോൾ ആത്യന്തികമായി ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നത്. ആ സിസ്റ്റത്തിന്റെ തന്നെ തകർച്ചയിലേക്ക് നയിക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. എന്താ ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ആന്തരിക സംഘർഷങ്ങൾ? ഒന്ന്, ഇവര് ന്യൂനപക്ഷ പ്രേമം ഒരുപാട് പ്രസംഗിച്ചുകൊണ്ട് ഭൂരിപക്ഷ വോട്ട് ബാങ്കിനെ ഇവർ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചു. അതൊന്ന്. രണ്ട്, ഇവര് ദളിത് പിന്നോക്ക സ്നേഹം ഒരുപാട് പറഞ്ഞുകൊണ്ട് ഒരു ഭൂരിപക്ഷ വർഗീയതയോട് എല്ലാ കാലത്തും ചേർന്ന് നിൽക്കുവാൻ ശ്രമിച്ചു. രണ്ട്. മൂന്ന്, തൊഴിലാളി വർഗ സ്നേഹവും തൊഴിലാളി വർഗ പ്രേമവും പറഞ്ഞുകൊണ്ട് ഒരു മുതലാളിത്ത നയങ്ങളെ അവർ ആശ്ലേഷിക്കുവാനായിട്ടും സ്വാഗതം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെയുള്ള ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ആണ് ആത്യന്തികമായി പാർട്ടിയുടെ തകർച്ചയിലേക്ക്, നാശത്തിലേക്ക് നയിക്കുക. ഞാൻ എന്റെ ആദ്യ റൗണ്ട് പ്രസന്റേഷനിൽ പറഞ്ഞതുപോലെ ബംഗാളാണെങ്കിലും ത്രിപുരയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇവര് ഭൂരിപക്ഷ നേതൃത്വത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അത് ബംഗാളിലാണെങ്കിൽ ജ്യോതി ബാസു, സോമനാഥ് ചാറ്റർജി, ബുദ്ധദേവ് ഭട്ടാചാര്യ, ത്രിപുരയിലാണെങ്കിൽ ധ്രുവ ചക്രവർത്തി, കേരളത്തിലാണെങ്കിൽ സാക്ഷാൽ EMS, EK നായന തുടങ്ങിയ സവർണ ലോബികളെ. അതുകൊണ്ടാണ് ഇതുവരെ CPM-ല് ഒരു ദളിത് പിന്നോക്ക അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഉണ്ടാകാതെ പോയത്. പോളിറ്റ് ബ്യൂറോയിൽ പോലും ഇവര് വല്ലാണ്ട് ദളിത് പിന്നോക്ക സ്നേഹം പറയുമ്പോൾ എത്ര ദളിതര് ഈ പറയുന്ന പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ട് എന്ന് നമ്മൾ മക്ഷയിട്ട് നോക്കിയാൽ പോലും കാണാൻ വേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ ഇവര് പുറമേ ഒന്ന് പറയുകയും അകത്ത് ഇവര് മറ്റൊന്നായിരുന്നു എന്നുള്ള ആ ആത്യന്തികമായിട്ടുള്ള ആ പറയുന്ന തകർച്ചയിലേക്കാണ് ഇപ്പോൾ CPM പോകുന്നത്. കാരണം നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടിക്കകത്ത് ഒരു ഇന്റേണൽ ഫൈറ്റ് ഉണ്ടായിരുന്നു. ഒന്ന് സീതാറാം യെച്ചൂരി, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ശക്തമായി നിന്നിരുന്ന സീതാറാം യെച്ചൂരി, അതിനെതിരെ നിന്ന പ്രകാശ് കാരാട്ട്. അന്ന് തന്നെ 10 വർഷം മുമ്പ് തന്നെ അന്ന് പ്രകാശ് കാരാട്ട് എഴുതിയ ഒരു ലേഖനം, ഇന്ത്യയിലെ പ്രമുഖമായ ദിനപത്രത്തിൽ എഴുതിയ ഒരു ലേഖനത്തിൽ പ്രകാശ് കാരാട്ട് അന്ന് നിലപാട്, അന്ന് CPM അതിശക്തമായി ഈ പറയുന്ന മോദി ഫാസിസ്റ്റ് ഭരണകൂടമാണ്, ഫാസിസ്റ്റ് ആധിപത്യത്തിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞ് ഈ പറയുന്ന സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ വലിയ പോരാട്ടം നടക്കുമ്പോൾ ഇതിനെ തുറക്കം വയ്ക്കാൻ വേണ്ടി പ്രകാശ് കാരാട്ട് എഴുതിയ ഒരു ലേഖനം വലിയ ചർച്ചയായിരുന്നു, ഇന്ത്യയിൽ ഫാസിസം വന്നിട്ടില്ല എന്ന്. പക്ഷെ ഇപ്പോൾ ഈ 2 മോദി സർക്കാരുകൾ കഴിഞ്ഞ് 3-ാം മോദി സർക്കാരിലേക്ക് എത്തിയപ്പോഴാണോ അവര് 22-23 പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞു, ഈ ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് BJP ആണ്, ഇന്ത്യയിൽ ഫാസിസം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ പാർട്ടി ഇപ്പോൾ കൃത്യമായ നിലപാട് മാറ്റിയിട്ടുണ്ട്. ഇനി അവരുടെ അവശേഷിക്കുന്ന തുരുത്ത എന്ന് പറയുന്നത് കേരളം. കാരണം കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, അവര് നടത്തിയ അവരുടെ നിലപാട് അല്ല അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത്, ഒന്ന് ഈ പാലസ്തീൻ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. അപ്പോൾ പാർട്ടി തന്നെ തുറന്ന് സ്പന്ദിച്ചു. അവരുടെ സംസ്ഥാന രേഖയിൽ, സംസ്ഥാന സമിതിയുടെ അംഗീകരിച്ച പ്രമേയത്തിൽ പറഞ്ഞു, ഈ ന്യൂനപക്ഷ സ്നേഹം വല്ലാണ്ട് പറഞ്ഞത് കൊണ്ട് നമ്മുടെ കോർ വോട്ട് ബാങ്ക്, CPM-ന്റെ കോർ വോട്ട് ബാങ്ക് എന്നത് ഭൂരിപക്ഷ വോട്ടുകളാണ്, ഇത് ചോർന്നുപോയി. അതുകൊണ്ടാണ് പുന്നപ്ര വയലാർ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒരു കാലത്ത് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. പുന്നപ്ര വയലാറിൽ പോലും രക്തസാക്ഷികളുടെ ചുടുനിടം വീണ് വളർന്ന ആ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എല്ലാ കാലത്തും, അവിടെ മാത്രമല്ല കയ്യൂരും കരിവള്ളൂരും ഒക്കെ അത് സംഭവിച്ചു. അതെ 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 അത് തന്നെയാണ്. അത് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞു. ഞങ്ങളുടെ ഭൂരിപക്ഷ വോട്ടുകൾ, കാരണം ഞാൻ പറഞ്ഞല്ലോ, CPM ന്യൂനപക്ഷ സ്നേഹം പറയുമ്പോഴും അത് ബംഗാൾ ആയിക്കോട്ടെ, ത്രിപുര ആയിക്കോട്ടെ, കേരളം ആയിക്കോട്ടെ, അവരുടെ കോർ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഭൂരിപക്ഷ വോട്ടായിരുന്നു. ആ ഭൂരിപക്ഷ വോട്ടുകൾ BJP-യിലേക്ക് പോകുന്നു എന്ന് കൃത്യമായി അവർ മനസ്സിലാക്കി. അപ്പോൾ എന്താ അവർക്ക് മനസ്സിലായി, ഇപ്പൊ ഇനി എന്താ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ, ഇത്രയും കോൺഗ്രസിനെ അവർ വിമർശിച്ചു, കോൺഗ്രസ് ഒരു മൃദുഹിന്ദുത്വ പാർട്ടിയായിരുന്നു എന്ന്. അപ്പോൾ വളരെ കൃത്യമായി പറയേണ്ടിയിരിക്കുന്ന ഒരു മൃദുഹിന്ദുത്വ പാർട്ടിയായി CPM മാറുകയാണ്. അതിന്റെയുള്ള പ്രഖ്യാപനമാണ് ഈ പറയുന്ന അവരുടെ ഈ പറയുന്ന കന്നഡ രാഷ്ട്രീയത്തിന്റെ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇവിടെ LDF-ന്റെ വക്താവായി വരുന്ന സതീഷ് മിശ്രയൊക്കെ ഇങ്ങനെ പറയാമോ? അദ്ദേഹം പറയുന്നത് BJP ഒരുപാട് മാറി. കാരണം BJP-യും RSS-ഉം ഉയർത്തിക്കൊണ്ടുവന്ന ആ നിലപാടുകൾ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏറ്റവും അവസാനം കണ്ടു, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും നിയമിക്കുന്ന വിഷയത്തെ നമ്മൾ കണ്ടു. ഭരണഘടനയെ മാറ്റിയിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇന്ത്യ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഈ പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക രേഖയിൽ തന്നെ പറയുന്നു, കോർപ്പറേറ്റുകൾ ഒരുപാട് ഈ രാജ്യത്ത് വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന്. അങ്ങ് പറഞ്ഞതിൽ അത് അങ്ങനെ അതുപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനമൊക്കെ സോണിയയുടെ കാലത്ത് സോണിയെ നേരിട്ട് നിയമിച്ച സാഹചര്യമൊക്കെ ഉണ്ട്. അത്തരത്തിൽ ഒരു സ്ഥിതിവിശേഷമൊന്നും തൽക്കാലം രാജ്യത്ത് നിലനിൽക്കുന്നില്ല എന്നതുകൂടി പറഞ്ഞു വെക്കുകയാണ്. അതായത് താങ്കൾ പറഞ്ഞു വെക്കുന്നത് ഇത്തരത്തിൽ ഒരു വോട്ട് ബാങ്ക് കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ CPM-ന്റെ ഒരു രാഷ്ട്രീയ ചുവടുമാറ്റം എന്നതാണ്. ഞാൻ അങ്ങയിലേക്ക് എത്താം. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഞാൻ ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞ ആ രണ്ടാമത്തെ ഘടകത്തിലേക്ക് വരികയാണ്, CPM-ന്റെ ഇത്തരത്തിൽ ഒരു ചുവടുമാറ്റത്തെക്കുറിച്ച്.
ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിന് മുന്നോടിയായി ഇവിടെ നടക്കുന്ന സമ്മേളനങ്ങളിൽ പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്നടക്കം ചില വാർത്തകൾ പുറത്തു വന്നു. അവിടെ പ്രവർത്തന റിപ്പോർട്ട് അംഗീകരിക്കുകയാണ്. BJPയുടെ വളർച്ച പേടിപ്പിക്കുന്നതാണ്. CPM-നെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉയർത്തുന്നതാണ് BJPയുടെ വളർച്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് BJPയുടെ വളർച്ച ഏത് വിധേനയും തടയണം. സംഘടനാപരമായും രാഷ്ട്രീയപരമായും പല പാളിച്ചകളും CPM-ന് വന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് BJP മേൽക്കൈ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആ വോട്ട് ബാങ്ക്, പഴയ വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരു നീക്കമല്ലേ ഇത്തരത്തിൽ ഒരു കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ഈ ഒരു വരി എഴുതി വെക്കുന്നതിലൂടെ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം? നിരിമ, ഇപ്പം ഒരു കരട് പ്രമേയം ചർച്ച ചെയ്യാൻ വേണ്ടി പൊതുജനങ്ങൾക്കും താഴ്ത്തിപ്പുറത്തവർക്കും CPM കൊടുത്തിട്ടുള്ളതാണ് ഈ കരട് പ്രമേയം. ഞാൻ അതിന് മുമ്പേ പറഞ്ഞതെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട പട്യാല ഷാജിയൊക്കെ പറഞ്ഞു, ഇവിടെ എന്ന് പറയുന്നത് EMS-നെ കൊണ്ടുവന്നു മുഖ്യമന്ത്രിയായിട്ട്, EK നായനാരെ കൊണ്ടുവന്നു. എന്താ VS അച്യുതാനന്ദനും പിണറായിയും വന്നത് നിങ്ങളൊന്നും പറയുന്നില്ല? അവരേതെല്ലാം ഭൂരിപക്ഷത്തെ ഉന്നത കുലജാതിക്കാരനാണോ? അല്ലല്ലോ. അവരൊക്കെ വന്നിട്ടുള്ളത് ഇപ്പം ഗൗരിയമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് വന്നെന്ന് പറഞ്ഞു. VS അച്യുതാനന്ദൻ എങ്ങനെ വന്നിട്ടുള്ളത്? നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പം VS ശ്രീധരൻപിള്ള, അദ്ദേഹം ഗോവ ഗവർണറായിട്ട് ഒരു പോരാളി ആയതുകൊണ്ട് വന്നു എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അല്ല, ഞാൻ പിണറായി പിടിച്ചെടുത്തത് അല്ലേ? അപ്പം ഞാനിത് പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പം EMS-ൻ്റെയും EK നായനാരുടെയും കാര്യം പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞു. ഇപ്പം റോണി കെ ബേബി പറഞ്ഞു അവിടെ പശ്ചിമ ബംഗാളിൽ ജ്യോതി ബാസു ഒക്കെ ഉന്നത കുല ജാതന്. അന്ന് വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി ഉന്നത കുല ജാതകർക്കേ പറ്റുള്ളൂ. കാര്യം താഴേക്കടത്തിലുള്ള ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി അന്ന് വേറെ അംബേദ്കറിന് പറ്റിയിരുന്നില്ലേ? അതെന്ന് പറയുന്നത് അതും വിപ്ലവമായിട്ട് വന്നിട്ടില്ലല്ലോ. ഇവരെന്ന് പറയുന്നത് അഡ്വക്കേറ്റ് സതീഷ് വസന്ത് എന്തോ ഉല്ലാസ് ബാബുവിന് ഒരു കാര്യം പറയാനുണ്ട്. ശ്രീ ഉല്ലാസ് ബാബു, അല്ല, അദ്ദേഹത്തിനോടൊരു ചോദ്യം ചോദിക്കാനാ. എൻ്റെ പൊന്നു സാറേ, ഉന്നത കുലജാത എന്നൊക്കെ നമുക്ക് പറയാമല്ലോ അല്ലേ? അങ്ങനെ പറയുന്നത് കുഴപ്പമില്ലല്ലോ അല്ലേ? അങ്ങനെ ഒരു സംഭവത്തെ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നുണ്ടോ? ഞാനല്ല പറഞ്ഞത്. ആളുകളുണ്ടോ? അല്ല, ഉല്ലാസബാബു ഞാനല്ല പറഞ്ഞത്. ഞാനല്ല പറഞ്ഞത്. അത് അവര് അഭിപ്രായം പറഞ്ഞോണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. EMS ഒക്കെ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബസ്വത്തും കംപ്ലീറ്റും വിറ്റുകൊണ്ടാണ് പാർട്ടിക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കാം. അത് അവരെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ്. താഴേക്കടയുള്ള ആളുകളെ ഉദ്ധരിക്കണം. അന്ന് അവർക്കൊന്നും പണമില്ല, അവർക്ക് സാമൂഹിക സുരക്ഷയില്ല, അവരെ രക്ഷിക്കാനില്ല. അപ്പം അങ്ങനെ വന്ന് ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു പാർട്ടിയാണ് CPM, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം ബഹുമാനപ്പെട്ട നിങ്ങൾ ശ്രീധരൻപിള്ള സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് റിലീസ് ചെയ്തിട്ടുണ്ടല്ലോ. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പിണറായിയെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. അടിയന്തരാവസ്ഥ കാലത്തായിരുന്നാലും ഏറ്റവും കൂടുതൽ മർദ്ദനമേറ്റ് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ. അത് ശ്രീധരൻപിള്ള സാറിൻ്റെ ബുക്കിൽ തന്നെ അത് എഴുതിയിട്ടുണ്ട് സാർ. അത് എന്നും പറഞ്ഞുകൊണ്ട് CPM-നെ സപ്പോർട്ട് ചെയ്യുന്നതാണോ ശ്രീധരൻപിള്ള സാറ്? ഒരു ഫാക്ട് പറയുന്നു. ഇപ്പം റോണി കെ ബേബി, ഇപ്പം ശശി തരൂർ തിരുവനന്തപുരത്ത് 4ാമതും ജയിച്ചിട്ട് ശശി തരൂർ. ആ ശശി തരൂർ ഒരു ഇവിടെ കേരളത്തില് വികസിതം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എല്ലാവരും തമ്മിൽ തുലനം ചെയ്യാൻ സാധിക്കോ? അല്ല, എന്താ തുലനം ചെയ്യുന്നത്? അപ്പം അല്ല, എന്താണ് നിങ്ങൾ പറയുന്നത്? ഞാനിത് പറയുന്നത് CPIM എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി BJP-യോടും സംഘപരിവാറിനോടുമുള്ള നിലപാടുകളിൽ ആ നിലപാടിൽ എവിടെയാണ് മാറ്റിയെന്നാണ് നിങ്ങൾ പറയുന്നത്? എവിടെ ആ നിലപാടിന്റെ ഒരു കാരണവശാലും അതിലൊരു വ്യക്തത വരുത്തി പറയൂ. അദ്ദേഹത്തിന്റെ എനിക്കത് മനസ്സിലായില്ല. ഒന്ന് പറയട്ടെ ഉല്ലാസ് ബാബു, അതിലൊരു വ്യക്തത വരുത്തി പറയൂ. ഞാൻ ചോദിക്കട്ടെ നീലിമ, ബഹുമാനനായിട്ടുള്ള അഡ്വക്കേറ്റ് സതീഷ് വസന്ത് എന്ന് പറയപ്പെടുന്ന LDF-നെ പ്രതിനിധീകരിക്കുന്ന അങ്ങയോട് ഞാൻ ചോദിക്കുകയാണ്. CPIM എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംഘടനയുടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കരട് രേഖയിൽ അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, BJP-യും RSS-ഉം ഒന്നും സ്വാഭാവികമായിട്ട് ഫാസിസ്റ്റ് നയങ്ങളല്ല, അല്ലെങ്കിൽ നിയോ ഫാസിസ്റ്റുകളല്ല, അതൊക്കെ അവർ പറയുന്നു. ഒപ്പം തന്നെ അവർ പറയുന്നു, വേറൊരു കാര്യം പറയുന്നുണ്ട് നീലിമ, അതിനുള്ളൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. എന്താണ്, അങ്ങനൊരു ശൈലിയിലേക്ക് സംസ്ഥാനം രാജ്യം പോകുന്നു എന്ന് പറഞ്ഞാൽ
ആ സംസ്ഥാനം പോകുന്നു എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വഴുതി പോകുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യത്തിൽ BJP അപ്പോഴും ആക്രമിക്കുന്നില്ല കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ട് BJPയെയും സംഘപരിവാറിനെയും ഒക്കെ നിങ്ങൾ കാലം ഇത്രയുമായി പറഞ്ഞ കാര്യങ്ങളെ അതേപടി സതീഷ് വസന്ത്ഭായി ഒന്ന് നോക്കൂ, ഇങ്ങനെ പറഞ്ഞിരുന്ന കാര്യങ്ങളെ ഇങ്ങനെ ഒന്ന് തിരിച്ചു വെച്ചു. ആ തിരിച്ചു വെച്ചപ്പോൾ കാലം ഇത്രയായി നിങ്ങൾ എന്തിനായിരുന്നു ഈ നയത്തിൽ ഇങ്ങനൊരു കാര്യം കൊണ്ടു നടന്നിരുന്നത്? ആ നയവ്യതിയാനത്തിൽ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കാരണങ്ങൾ എന്താണ് നിങ്ങളെ അതിലേക്ക് പ്രേരക ശക്തിയാക്കി മാറ്റിയത്? സത്യം തിരിച്ചറിയാൻ എന്തേ നിങ്ങൾ ഇത്ര വൈകിയത്? എന്തിനായിരുന്നു ജനങ്ങളുടെ മുമ്പിൽ BJPയെയും സംഘപരിവാറിനെയും അനാവശ്യമായി മൈക്കും കെട്ടിവെച്ച് നാട് മുഴുവൻ അനാവശ്യം പ്രസംഗിച്ച് നടന്നത്? നിങ്ങൾ അതിൽ മാപ്പ് പറയുമോ? അതിൽ തെറ്റില്ലേ? നിങ്ങൾ അംഗീകരിക്കില്ലേ? അനാവശ്യമായി ഒരു രാഷ്ട്രീയ സംഘടനയും ഒരു സാംസ്കാരിക സംഘടനയും അനാവശ്യമായി ഇത്ര കാലം പറഞ്ഞിരുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾ എന്നീ വ്യതിചലിക്കുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാനെങ്കിലും സതീഷ് ഭായ് നിങ്ങൾ തയ്യാറാകണം. രണ്ട്, ശ്രീധരൻപിള്ള സാർ എഴുതിയ ഒരു പുസ്തകത്തിൽ ഒരു കാര്യം പറഞ്ഞു എന്നതും ഇത് ഇങ്ങനെ ഒരു പാർട്ടിയുടെ നയത്തിൽ വരുന്ന വ്യത്യാസങ്ങളും തമ്മിൽ തുലനം ചെയ്യാൻ മാത്രം അറിവ് കുറവുള്ള ആളല്ല സതീഷ് ജി എന്ന് എനിക്കറിയാം. പിന്നെ ഗതികേട് കൊണ്ട് അങ്ങക്ക് അത് പറയാനേ സാധിക്കുള്ളൂ എന്നുള്ളത്. ഇത്ര കാര്യങ്ങൾക്കൊന്ന് മറുപടി പറഞ്ഞാൽ കൊള്ളാമായിരുന്നു സാർ. അല്ല, നിങ്ങളൊരു കരട് പ്രമേയം BJP ഇപ്പം മോദി സർക്കാരിനെ ഇങ്ങനെ അനുകൂലിച്ചു, അല്ലെങ്കിൽ മോദി സർക്കാർ അല്ലെങ്കിൽ BJP എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തം പറഞ്ഞത് കൊണ്ടാണല്ലോ ഒരു ചർച്ചയ്ക്കായിട്ട് ഇവിടെ വന്നത്. അപ്പോൾ ചർച്ചയ്ക്ക് വരുമ്പോഴത്തേക്കും ഞാനിത് പറയുന്നത് കാലാകാലങ്ങളിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് അന്ന് സ്വീകരിച്ച നടപടിയല്ല പിന്നെ കാലാകാലങ്ങളിൽ ഇന്ത്യയിൽ സ്വീകരിക്കുന്നത്, BJP എന്നാലും സംഘപരിവാർ എന്നാലും. അപ്പോൾ ആ വ്യതിയാനങ്ങളിൽ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ സമ്മേളനങ്ങൾ വരുമ്പം അതിൽ ചർച്ച ചെയ്യേണ്ടെന്ന് ഇവിടെ വ്യതിയാനം സംഭവിച്ചിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വരുമ്പോഴത്തേക്ക് ചർച്ച ചെയ്യണ്ടേ? ആ ചർച്ച ചെയ്യണം. BJP മാറിയതാണോ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറിയതാണോ? നമ്മളെ കാഴ്ചപ്പാട് അല്ലല്ല, ഞാൻ പറഞ്ഞു അത് CPM എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് CPMന്റെ 24-ാം പാർട്ടി കോൺഗ്രസിൽ ഒരു കരട് പ്രമേയം വന്നു സംസാരിക്കുന്നു. ഞാനിത് പറയുന്നത് ഇപ്പം ബഹുമാനപ്പെട്ട ഞാൻ പറഞ്ഞില്ല ശശി തരൂർ ഇപ്പം ഒരു ഇത് പറഞ്ഞു, ഇവിടുത്തെ നമ്മളെ LDF സർക്കാർ അവരെ കൊണ്ടുവന്ന് വികസനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൊല്ലാകൊല ചെയ്തില്ലേ? അദ്ദേഹം പാർട്ടി മാറാൻ പോന്നു. അദ്ദേഹം പറഞ്ഞത് ശരിയായ നടപടിയല്ല. ലളിതമാണോ ശ്രീ സതീഷ്? അല്ല, ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി ദശകങ്ങളായി CPM പറഞ്ഞു വെക്കുന്ന ആ മുദ്രാവാക്യത്തിൽ നിന്നും നിങ്ങൾ പുറകോട്ട് പോകുന്നു എന്നത് ചെറിയ കാര്യമാണോ? ഇത്രകാലം നിങ്ങൾ പറഞ്ഞത് മോദി ഫാസിസ്റ്റ് ആണ്, കേന്ദ്ര സർക്കാർ ഫാസിസ്റ്റ് ആണ്, RSS ഫാസിസ്റ്റ് ആണ്, അങ്ങനെ പറഞ്ഞിടത്തൊന്നും നിങ്ങൾ മലക്കം മറിഞ്ഞിരിക്കുകയാണ്. അതായത് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യവും യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല എന്ന് രാഷ്ട്രീയമായി നിങ്ങൾക്ക് അവസാനം അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. അതൊന്ന് തുറന്ന് പറഞ്ഞാൽ പോരെ? അല്ല, ഞാനിത് പറഞ്ഞു ഇപ്പം പട്ടിയാല ഷാജി പറയുന്നത് ഇപ്പം പിണറായിയുടെ കുടുംബത്തിനും വേണ്ടിയാണ് ഇതെല്ലാം മാറ്റിമറിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ എന്തോന്നാണ് പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ മരുമോൻ അദ്ദേഹം ഒരു സമുദായത്തിൽ എന്ന് പറഞ്ഞാൽ ആ സമുദായത്തിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി ഇതാ പൊയ്ക്കൊണ്ടിരിക്കുന്ന പിണറായി അവരെ കയ്യിൽ കൊണ്ട് കൊടുക്കാൻ പോകുന്നു എന്നല്ലേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നേരെ അത് ഭൂരിപക്ഷ ഹിന്ദുത്വ അജണ്ടയിലായിട്ടാണ് നിങ്ങൾ കൊണ്ടുവന്നത്. ഞാനിത് പറയുന്നത് കാലാകാലം നമ്മൾ വരുന്ന മാറ്റങ്ങൾ അത് അംഗീകരിച്ച് കൊണ്ടുപോകണേന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട്. അങ്ങയുടെ പരിമിതി വളരെ കൃത്യമായി മനസ്സിലാക്കുന്നു. ഇത് തന്നെയാണ് ഈ CPM അണികളെ സംബന്ധിച്ച്, നേതാക്കളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ എന്ത് മറുപടി പറയും എന്നതിന് ഉത്തരമില്ലാതെ ഉഴലുകയാണ്. ഞാൻ അങ്ങയുടെ വിഷമസ്ഥിതി മനസ്സിലാക്കുന്നു. ശ്രീ പാണ്ഡ്യാല ഷാജിയിലേക്കാണ്. ശ്രീ പാണ്ഡ്യാല ഷാജി, അങ്ങ് ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞു വെച്ചത് പിണറായി എന്ന ഒരു പേരിലേക്ക് ഈ CPM എന്ന സംഘടന ചുരുങ്ങിപ്പോയതിൻ്റെ പ്രത്യാഘാതമാണ് നമ്മൾ കാണുന്നത്. പിണറായിയുടെയും കുടുംബത്തെയും രക്ഷിക്കാനുള്ള വ്യഗ്രതയിലാണ് ഈ കരട് രാഷ്ട്രീയ പ്രമേയത്തിലെ ഈ കൂട്ടിച്ചേർക്കൽ എന്നതുപോലും അങ്ങ് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി നമ്മൾ ഈ വിഷയം പരിഗണിക്കുകയാണെങ്കിൽ ആത്യന്തികമായി പാർലമെന്ററി രാഷ്ട്രീയമാണല്ലോ, വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണല്ലോ ഇവിടെ ജനാധിപത്യ കക്ഷികളെല്ലാം പുലർത്തുന്നത്. അതിലേക്ക് വരികയാണെങ്കിൽ ഈ 2024 തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ CPMന് വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. അവരുടെ ഉറച്ച വോട്ട് ബാങ്ക് ആ ഹിന്ദു വോട്ട് ബാങ്ക് ആയിരുന്നു. പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വോട്ടുകളായിരുന്നു CPMനെ ഇത്ര കാലവും പിന്തുണച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായി കഴിഞ്ഞ കുറേ നാളുകളായി CPM അനുവർത്തിച്ച ഒരു ശൈലി ന്യൂനപക്ഷങ്ങളോട് അങ്ങേയറ്റം ഒട്ടിച്ചേർന്ന് നിൽക്കുകയും ഭൂരിപക്ഷത്തെ മുഴുവൻ
മുഴുവൻ അവർക്കൊരു ശക്തിയുമില്ല, അവരെ പരിഗണിക്കേണ്ടതില്ല എന്നൊരു രാഷ്ട്രീയ സന്ദേശം നൽകുന്ന രീതിയിലായിരുന്നു ഇവിടെ CPM-ന്റെ നേതാക്കൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ 2024 തെരഞ്ഞെടുപ്പ് വരെ കാണുകയാണ്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ളൊരു നയവ്യതിയാനം CPM-ൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ വോട്ടുകൾ തിരിച്ചുപിടിക്കാനുള്ള തന്ത്രമാണോ ഈ കരട് രാഷ്ട്രീയ പ്രമേയത്തിലെ ഭേദഗതി? അതല്ല, അങ്ങനെയല്ല മാഡം. അതിനകത്തൊരു പോർഷൻ ഉണ്ട് അതിനകത്ത്. പക്ഷെ അതിനേക്കാൾ പ്രധാനമായി ഈ കരട് രാഷ്ട്രീയ പ്രമേയം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കെടുതി, ഒരു അപകടം എന്താണെന്ന്, അപകടം എന്നല്ല, ഒരു വലിയ ദുരന്തം എന്താന്ന് പറഞ്ഞാൽ BJP എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടിത സ്വഭാവമുള്ള ഒരു പാർട്ടിയെ കേരളത്തിലെ പാർട്ടിക്കാരുടെ മുമ്പിലും അഖിലേന്ത്യാ തലത്തിൽ അതിന് ലിമിറ്റഡ് ആയിരിക്കുന്ന അംഗങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്, അവരുടെ മുമ്പിലും ഈ പാർട്ടി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം അതാണ്. ഈ അണ്ടർ എസ്റ്റിമേറ്റ് അവതരിപ്പിക്കുന്നതിലൂടെ വരുന്നൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് ഭാവിയിൽ രൂപപ്പെട്ടു വരാനിരിക്കുന്ന വലിയ വിശാലമായിരിക്കുന്ന ഒരു മുന്നണി രാഷ്ട്രീയമുണ്ട്. ആ മുന്നണി രാഷ്ട്രീയം അപ്രസക്തമാണ് എന്ന BJP-യുടെ വാദത്തെ വളരെ ശക്തമായി തിയററ്റിക്കലായി, പ്രായോഗികമായി, പ്രാക്ടിക്കലായി ഈ പാർട്ടിയുടെ കരട് രാഷ്ട്രീയ പ്രമേയം ന്യായീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ അപകടകരമായിരിക്കുന്ന ഒരു അവസ്ഥ. രണ്ടാമതായി ഈ നമ്മുടെ വക്കീലുകളെ അദ്ദേഹം ഏത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടട്ടാ. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള എഴുതിയ സാധനം, PS ശ്രീധരൻപിള്ള എഴുതിയെന്ന് പറയുന്ന സാധനത്തിൽ ഞാനത് പലപ്പോഴും പറയുന്നതാണ്. ഇയാൾക്ക് ഇങ്ങനെ വലിയ അടിയൊന്നും കിട്ടിയിരുന്നില്ല കേട്ടാ. നിങ്ങൾ വെറുതെ ഈ ഇല്ലാത്തൊരു കുറെ കഥയൊന്നും കൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ വീണ്ടും ഇങ്ങനെ ആവർത്തിപ്പിക്കരുത്. അത് ആവർത്തിച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ വളരെ മോശമായി എനിക്കെല്ലാം സംസാരിക്കേണ്ടി വരും. ഞാൻ ഒരു തവണ ഇതേ ഫ്ലോറിൽ വെച്ച് ഞാൻ പറഞ്ഞാണ്, അയാൾ കഴികൊണ്ട് ആശുപത്രിയിലെ ജയിലിൽ കിടന്നത് ആദ്യം കാണാൻ പോയ ഒരു കൂട്ടത്തിനകത്തുള്ള ഒരാളാണ് ഞാൻ. അന്ന് വളരെ ചെറിയ കുട്ടിയാണ്, അത് വേറെ വിഷയം. അപ്പം അതുകൊണ്ട് ഇയാളെക്കാൾ മാരകമായി കൊണ്ടിരിക്കുന്ന എത്രയോ പാർട്ടി സഖാക്കൾ, അത് മാത്രമല്ല അതേലുള്ള ജനസംഘത്തിൻ്റെ അകത്തുള്ള എത്രയോ ആളുകൾ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ പിണറായി ഗ്രാമത്തിനകത്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇന്നും ജീവിച്ചിരിക്കുന്ന ചോര തുപ്പുന്ന ആളുകൾ ഇന്നും ഉണ്ട്, അത് വേറെ വിഷയം. അപ്പൊ അതിനകത്തുള്ള ഒരു വലിയ വില്ലാളി വീരനാണ് ഇയാളെന്നല്ല. പക്ഷെ പ്രശ്നം കിടക്കുന്ന എവിടെയാണ്? നിങ്ങൾ ഇത്രയും കാലമായി കേരള പൊളിറ്റിക്സിനകത്ത് ഏറ്റവും ഗൗരവകരമായി ഉയർത്തിയിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്ലോഗൻ എന്തായിരുന്നു പൊളിറ്റിക്കൽ സ്ലോഗൻ? ആ പൊളിറ്റിക്കൽ സ്ലോഗൻ ഇപ്പോൾ മൈനസ് ചെയ്യാൻ പ്രേരിപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയ ഘടകം എന്താണ്? ഏത് വർഗപരമായിരിക്കുന്ന വിശകലന രീതിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെന്ന് പറയുന്നത് ഈ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് ഫാസിസ്റ്റ് അല്ല, നിയോ ഫാസിസ്റ്റും അല്ല എന്ന് നിങ്ങൾ പറയുന്നതിന്റെ മാനദണ്ഡം എന്താണ്? ഈ അവസ്ഥയിലേക്ക് ഇത് പറയാൻ നിങ്ങൾക്ക് പ്രേരിപ്പിക്കാത്ത ഘടകം എന്താ പറയുക? അതല്ല എന്ന് നിങ്ങൾ പറയാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താ പറയുക? അവിടെ ഒറ്റ ഘടകം, ഒരു പ്രത്യയശാസ്ത്രപരമായ ബൗണ്ടിങ്സിന്റെ നിലപാടിലല്ലാതെ മറിച്ച് ഇയാളും കുടുംബവും പെട്ടിരിക്കുന്ന ഗുരുതരമായിരിക്കുന്ന അയാൾക്ക് ജയിലിൽ കിടക്കാൻ കഴിയില്ല. പിന്നെ വക്കീലെ അയാൾക്ക് ജയിലിൽ കിടക്കാൻ കഴിയില്ല. ഞാൻ എത്രയോ തവണ ഈ ചാനലിനകത്ത് ഞാൻ പറഞ്ഞാണ്, BJP വിചാരിച്ചാൽ within no time he will be arrested with his family. സംശയമുണ്ടെങ്കിൽ ഇതിനകത്ത് തീഹാർ ജയിലിൽ കിടക്കും ഇയാളിത്. ഇപ്പൊ ഇയാൾ ഇതേ പൊളിറ്റിക്കൽ സിനാരിയോയിൽ നിന്ന് നമ്മളെ നോക്ക്. അല്ല, എന്തുകൊണ്ട് പിന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഒരു മിനിറ്റ് വക്കീല, ഞാൻ നിങ്ങളുടെ ഇടപെടുന്ന ഞാൻ പറയുന്നത് ഞങ്ങൾ ഈ ഒരുമാതിരി എന്താ നിലവാരമില്ലാതെ സംസാരിക്കാൻ ഇങ്ങനെ. ഞാൻ വളരെ ഗൗരവതരമായിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയാൽ ആ സ്റ്റേറ്റ്മെന്റ് ഗൗരവതരമായ സ്റ്റേറ്റ്മെന്റ് അറസ്റ്റ് ചെയ്യുന്നില്ല അതിന്റെ മലയാളം നിങ്ങളോട് ഞാൻ പറഞ്ഞേ. പിന്നെ നിങ്ങൾ അതേ സാധനം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യില്ല. അതിന് പകരം എന്ത്? വൈ ഇറ്റ് ഹാപ്പൻ സോ? അതാണ് വിഷയം. ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന മൗലികമായിരിക്കുന്ന വിഷയം എന്താണ്? പാർട്ടി എന്ത് രാഷ്ട്രീയ നിലപാടെടുത്തു? ഈ കണ്ണൂർ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടെന്താ? ആ നിലപാട് ഇംപ്ലിമെന്റ് ചെയ്തിനോ? പകരം നിങ്ങൾ ഇപ്പോ ഈ കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഇന്നും ഇന്നലെയുമായി നടന്നിരിക്കുന്ന നിക്ഷേപ സംഘമുണ്ടല്ലോ, ഈ സംഗമത്തിനകത്ത് വന്നിരിക്കുന്ന പാർട്ടിസിപ്പൻസ് ആരാണ് ഈ പാർട്ടിസിപ്പൻസ്? ഏത് വർഗപരമായ നിലപാടിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഈ പാർട്ടി അതിനെ ന്യായീകരിക്കുന്നത്? ഏത് വർഗപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് സാധനം? ഇതേ സമയത്ത് നിങ്ങൾ നോക്ക്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നത് എത്രയാ? 1.5 ലക്ഷം കോടി. അതെല്ലാം കൂടി 3.25 ലക്ഷം കോടി പോലും സെൻട്രൽ ഗവൺമെന്റ് കേരളത്തിൽ ഇപ്പൊ കൊടുത്തിരിക്കുന്ന പദ്ധതികൾ. പക്ഷേ കിടക്കുന്നുണ്ടല്ലോ നമ്മുടെ വയനാട്ടിലെ ദുരന്തം. ഈ ദുരന്തത്തിന്റെ അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പണം തന്നില്ല എന്ന് പറഞ്ഞ് 4 ദിവസം വാഴ പിടിച്ചിരിക്കുന്ന നിങ്ങൾ എന്തേ പിന്നെ ഒരു അക്ഷരം ഉരിയാടാത്തെ? ഈ ഉരിയാടാത്തതിന്റെ വിഷയമാണ്. എന്താ വിഷയം എന്നറിയോ? നിങ്ങളുടെ അണ്ണാക്കിൽ കൊണ്ടുപോയിട്ട് ആര് വെച്ചാ വെടിയാന്നറിയോ?
BJP-യുടെ സെൻട്രൽ ലീഡർഷിപ്പ് ആലോചിച്ച് ചെയ്തിരിക്കുന്ന പണിയാണിത്. അനങ്ങാൻ കഴിയില്ല നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്ക് രാഷ്ട്രീയം നഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് പ്രത്യയശാസ്ത്രപരമായ നിലപാടുകൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. എന്താ മാർഗം? ഈ മോദിയുടെ മുന്നിൽ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ സറണ്ടർ ചെയ്യല്ലാതെ ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഒരു മിനിറ്റ് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാൻ കഴിയില്ലടോ. ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാൻ കഴിയില്ല. അത്തരം ഒരു അവസ്ഥയിലേക്ക് അഴിമതിയുടെ ചെളിക്കുണ്ടിലായി കമ്മീഷൻ വാങ്ങിയിട്ടും മറ്റെല്ലാം ധൂർത്തടിച്ചിട്ടും ഈ കേരളത്തെ നിങ്ങൾ കൊള്ളയടിച്ചിരിക്കുന്നു. ആ കൊള്ളയടിച്ചപ്പോഴാണ് നൂറുകണക്കിന് പാർട്ടീസുകാരുടെ ജീവനും രക്തവും കൊണ്ട് പടുത്തുയർത്തിക്കുന്ന പാർട്ടിയെ ഇമ്പിച്ചാടിയ മുള്ളുവരെ ഒരു തവണ പറഞ്ഞാണിത്. ഇമ്പിച്ചാടിയ മുള്ളുവരെ കളയാൻ നാണമുണ്ടോ ഇയാൾക്ക്? നാണമുണ്ടോ ഇയാൾക്ക്? ധൈര്യമൊക്കെ ഇയാൾക്ക് ചെയ്യാൻ? എത്ര ആളുകൾ മരിച്ചുകൂടെ പാർട്ടിയാണോ ഇത്? എത്ര ആളുകൾ മരിച്ചുകൂടെ പാർട്ടിയാണിത്? ഏത് നിലപാടിന് വേണ്ടിയിട്ടാണ് 1964 ഈ പാർട്ടി സമരം ചെയ്തത് അല്ലേ? ഇന്ത്യയിലെ മുതലാളി വർഗത്തെ, ഇന്ത്യൻ ഭരണവർഗത്തെ എങ്ങനെ വിലയിരുത്തണമെന്ന് പറയുന്ന രാഷ്ട്രീയ വിഷയത്തിന്റെ വിലയാണ് അല്ലേ? അതിന്റെ ഉടനെ വന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഈ വർഗപരമായ നിലപാടില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് BJP-യുടെ സെൻട്രൽ ലീഡർ കേന്ദ്ര ഗവൺമെന്റ് ഈ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒട്ടനവധി പദ്ധതികളുണ്ട്, അല്ലെങ്കിൽ ഒട്ടനവധി വ്യവസായികളുണ്ട്. ഇതെല്ലാം തന്നെ വരുന്നത് ഏതുകൂടിയാണ്? അന്താരാഷ്ട്ര തലത്തിലുണ്ടാക്കുന്ന ഭീമന്മാരായിരിക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ ഇന്ത്യയിലേക്ക് വരികയാണ്. ഈ വരുന്നു എന്ന് പറയുന്ന സംഭവത്തെ വികസനവുമായി ബന്ധിപ്പിക്കുന്നതിനും കേരളത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? കേരളത്തിലേക്ക് ഇപ്പൊ വന്നതിന്റെ അത് ഏറ്റവും കൂടുതൽ വന്ന ആശുപത്രിക്കാരാണ് വന്നിട്ടുള്ളത് അല്ലേ? മറ്റേതാണ് വരുന്നതാരാ? അദാനിയാണ് വന്നത്. 30,000 കോടി രൂപയുടെ അദാനിയാണ് വന്നത്. നിങ്ങൾക്ക് അണ്ണാക്കൽ കുരിപ്പ് വന്നിട്ടുള്ളൂ ഇയാൾക്ക് ഉണ്ടോ? അപ്പൊ വർഗപരമായ നിലപാടിനകത്തുനിന്ന് മാറ്റം വരുന്നത് പല അർത്ഥം എന്താണോ? പാർട്ടിക്ക് നിലപാടില്ല എന്നാണ് അർത്ഥം. ഈ നിലപാടില്ലായ്മയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഈ നിലപാടില്ലായ്മ കൊണ്ട് തന്നെ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 51 തീരുമാനിച്ച ഘട്ടം തൊട്ട് തന്നെ പാർട്ടി കണ്ടുവന്നിട്ട് അതിന്റെ ദിശ തെറ്റിപ്പോയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒറ്റ മിനിറ്റ് കൂടി വേണം. ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, either CPI or CPIM, ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സൈദ്ധാന്തികമായി പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഫാക്ട്. ആ ഫാക്ടിനെ മുറിച്ചു കടക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് കടക്കുന്നതിന്റെ ബുദ്ധിപരമായ അന്വേഷണത്തിന് പകരം കള്ളന്മാരും ഇവിടെ മഴയായി തീർന്നപ്പോ ഒറ്റ മാർഗമേ ഉള്ളൂ. കട്ടത മുഴുവൻ തന്നെ സംരക്ഷിക്കണം. ഇതിൽ കടക്കാൻ താല്പര്യമില്ല. ഒറ്റ മാർഗമേ ഉള്ളൂ. അപ്പോൾ നേരെ പോയിട്ട് കാലിൽ വീഴുകയാണ്. ആ കാലിൽ വീഴുന്നതിനാണ് ഈ കരട് പ്രഖ്യാപിച്ചത് എന്ന നിസ്സഹായമായ അവസ്ഥയാണ്. വാസ്തവത്തിൽ ഈ കരട് രേഖയുടെ ആകെ തുക എന്ന വസ്തുതയാണ് ഈ പറയുന്ന റൗണ്ടുകൾക്ക് പിന്നെ പറയാനുള്ളത്. ഓക്കെ, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, CPM വന്നുപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പതനത്തിൻ്റെ നേർചിത്രമാണ് ഇടത് സൈദ്ധാന്തികൻ പാണ്ഡ്യാല ഷാജി നമുക്ക് മുന്നാകെ വരച്ചു കാണിച്ചത്. ഇതൊന്നും പക്ഷേ BJP-യെ ഒരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ല. ഇവിടെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ എന്തുണ്ടായാൽ പോലും BJP എന്ന മഹാപ്രസ്ഥാനത്തെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. കേന്ദ്ര സർക്കാരിനെയോ മോദിയെയോ ബാധിക്കാൻ പോകുന്നില്ല. ഇതിൽ ഉണ്ടാകുന്ന തിരിച്ചറിവ് എന്ന് പറയുന്നത് ഇത്രയും കാലം ഫാസിസ്റ്റ് എന്ന് വിളിച്ചുകൂവി നടന്നവർക്ക് അതല്ല ഇവിടുത്തെ BJP-യും ഇവിടുത്തെ RSS-ഉം മോദിയും മുന്നോട്ട് വെക്കുന്നത് എന്ന വളരെ കൃത്യമായ നേർചിത്രമാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. കാരണം BJP പ്രതിനിധാനം ചെയ്യുന്നത് എന്ത് രാഷ്ട്രീയമാണ്? വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. രാഷ്ട്രമാണ് നമുക്ക് വലുത്, രാഷ്ട്രബോധമാണ് ഉണ്ടാകേണ്ടത് എന്ന വലിയ സത്യത്തിലേക്ക് CPM തന്നെ ഇവിടെ കേരളത്തിലെ ജനങ്ങളെ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചുവിടുകയാണ്. എന്തായാലും CPM-ന്റെ കാര്യത്തിൽ ഇത്തരത്തിൽ വലിയൊരു തിരിച്ചറിവ് ഉണ്ടായത് എന്തായാലും നല്ല കാര്യമാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം BJP ഗവൺമെൻറ് ഫാസിസ്റ്റ് ഗവൺമെൻറ് അല്ല എന്ന് ഞങ്ങൾക്ക് വളരെ ഉത്തമ ബോധ്യമുള്ള കാര്യമാണ്. എത്രയോ കാലമായിട്ട് ഇവരൊക്കെ ഉന്നയിച്ചിട്ടും ഇന്ത്യ മഹാരാജ്യം BJP-ക്ക് കൃത്യമായിട്ടുള്ള മാൻഡേറ്റ് കൊടുത്ത് 3ാം തവണയും അധികാരത്തിലേറ്റിയത് പൊതു സമൂഹത്തിൻ്റെ ഭൂരിപക്ഷ സമൂഹത്തിനും അതാണ് ബോധ്യമുള്ളതെന്നുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യമുള്ള വെച്ചാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു വലിയ സർക്കാരിന് 10 വർഷമായിട്ട് നേതൃത്വം കൊടുക്കുന്നതും ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിലേക്ക് നേതൃത്വം കൊടുക്കാൻ സമൂഹം ഏൽപ്പിച്ചിട്ടുള്ളതും BJP-യാണ്. അപ്പോൾ പിന്നെ BJP-യെ സംബന്ധിച്ചിടത്തോളം BJP-ക്ക് അങ്ങനെ ടെൻഷനില്ല. ആരെങ്കിലും ഫാസിസ്റ്റാണ്,
അല്ലെങ്കിൽ അല്ല എന്നൊക്കെ പറയേണ്ട ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട മേഖലക്കാരുമല്ല CPIM എന്നും കൂടി ഇത് മനസ്സിലാക്കുക. അവരവരുടെ കുറച്ച് 4, 3, 7 ആളുകളെ വെച്ച് അവർ പറയോ പറയാതിരിക്കുക. ഒരു സംസ്ഥാനത്ത് മാത്രം വരുന്നവർ എന്ത് പറഞ്ഞാലും അത് BJPയെ സംബന്ധിച്ചിടത്തോളം ബാധകമാകുന്ന ഒരു കാര്യമല്ല. പണ്ട് ഇവരുടെ ഒരു CPMന്റെ വലിയ നേതാവ് പ്രസംഗിച്ചൊരു വാക്ക് ഞാനിതിൽ വായിക്കാം. എന്താ അറിയോ? ഇന്ത്യയിൽ ഫാസിസം സ്വയം പുനർനിർമ്മിക്കുകയാണ്. അത് ഹിന്ദു ദേശീയതയിലൂടെ ഹിന്ദുത്വത്തിലൂടെ നുഴഞ്ഞു കയറി ഇപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുരുതര ഭീഷണി ഉയർത്തുന്നു. ഇവരൊരു നേതാവ് പ്രസംഗിച്ചൊരു കാര്യമാണ്. ആ പ്രസംഗിച്ച നേതാവ് തന്നെ സ്വയം തിരുത്തേണ്ടി വന്നു എന്നുള്ളതാണ് ഇന്ന് കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന് പറയപ്പെടുന്നത്. ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഇവിടെ രാഷ്ട്രീയപരമായിട്ട് നമുക്ക് വികസനത്തെ ചർച്ച ചെയ്യാം, രാഷ്ട്രീയപരമായിട്ട് ആശയങ്ങളും അതിൻ്റെ എതിർപ്പുമൊക്കെ ചർച്ച ചെയ്യാം. പക്ഷേ നുണപ്രചരണങ്ങൾ നടത്തുകയും അനാവശ്യമായിട്ടുള്ള ഇല്ലാത്ത കാര്യങ്ങൾ പൊതുസമൂഹത്തെ ധരിപ്പിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു വലിയ സംവിധാനത്തിനെതിരെ യുദ്ധം തീർക്കാൻ ഇറക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ഹീനമായിട്ടുള്ള പ്രവർത്തി ചെയ്തവരാണ് CPIMകാർ എന്ന് പറയപ്പെടുന്നത്. കാരണം ഒരു തരത്തിലും അവർ പറയുന്ന കാര്യങ്ങൾ അവർ വാക്കുകൾ ഇത്തിരി കട്ടിയൊക്കെ ഉപയോഗിച്ച് ഈ ഗോവിന്ദമാഷെ പോലെയുള്ള ആളുകളൊക്കെ കടകട ഭാഷയ്ക്ക് ഉപയോഗിക്കുമെങ്കിലും ആ ഭാഷകളിലൊക്കെ നുണകളാണ്. ആ ഭാഷയിലുള്ളിൽ പിന്നിലൊക്കെ ഉള്ളത് കള്ളത്തരങ്ങളാണ്. അതിൻ്റെ പുറകിൽ എന്ന് പറയപ്പെടുന്നത് ഭരിക്കുന്നവൻ്റെ തന്ത്രമാണ്. ഭരിക്കപ്പെടുന്നവനെ അറിവിൽ നിന്നും പ്രായോഗികതയിൽ നിന്നും അല്ലെങ്കിൽ ഭാവിയിൽ നിന്നും മാറ്റി നിർത്തപ്പെടുക എന്നുള്ളത്. ആ തന്ത്രമാണ് ഇവിടെ ഭരിക്കുന്ന സമയത്ത് അവർ നടത്തിയിരുന്നത്. ഭരിക്കാൻ ആഗ്രഹിച്ച് ഇവർ പ്രവർത്തിക്കുന്ന സമയത്തും ആ തന്ത്രം തന്നെയാണ് നിലനിർത്തിയിരുന്നത്. ഒരു സംശയവും വേണ്ട, CPIM എന്ന് പറയപ്പെടുന്ന ആ സംഘടന നശിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ചർച്ചയും വേണ്ട. അതാണ് ഇന്ത്യയിൽ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അവരത് തിരിച്ചറിഞ്ഞ സമയത്ത് അവർ പറഞ്ഞ നുണകളിൽ നിന്ന് ഒന്ന് മാറ്റി യാഥാർത്ഥ്യ ബോധത്തിലേക്ക് അവർ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അത് അവരുടെ ഒരു തിരിച്ചുവരവാകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാര്യം. പക്ഷേ നമ്മളൊരു കാര്യം വളരെ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. 20 വർഷം മുൻപ് CPIM എന്ന് പറയപ്പെടുന്ന പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ 1, 2, 3, 4 എന്ന് നമ്പറിട്ട് നമ്മൾ ചർച്ച ചെയ്താൽ എല്ലാ കാര്യങ്ങളും ഒരു വിഷയവുമില്ലാതെ മാറ്റിപ്പറയുന്ന പ്രത്യേക തരം ഒരു ജീവികളായി ഇവർ മാറുന്നത് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഞങ്ങൾക്ക് ബാധിക്കുന്ന വിഷയമല്ല. BJP സർക്കാർ ഇന്ത്യ മഹാരാജ്യത്തെ നോക്കിക്കാണുന്നതും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മുന്നിൽ കാണുന്നതും കൃത്യമായിട്ടുള്ള വികസനമാണ്. ചെറുപ്പക്കാരടങ്ങുന്ന ആളുകളെ, പൊതുസമൂഹത്തെ, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റത്തിലേക്ക് ഇന്ത്യ മഹാരാജ്യത്തെ എത്തിക്കാനുള്ള തത്രപ്പാടിലാണ് BJP സർക്കാരും ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രിയും. ആ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരിവിടെ നയം മാറ്റിയാലും ഞങ്ങൾക്ക് വിരോധമില്ല, നയം അതേപടി തുടർന്ന് നുണപ്രചരണം നടത്തിയാലും ഇവർക്ക് ഞങ്ങൾക്ക് വിരോധമില്ല. അവരവിടെ പറയാതിരിക്കുക. അതൊന്നും ഭാരതം ഭരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചോ ഭാരതത്തിൻ്റെ ഭാവി കാഴ്ചപ്പാടിനെ കുറിച്ച് ആലോചിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചൊന്നും അതൊരു മാറ്ററല്ല നീലിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വിഷയമായിട്ട് തോന്നുന്നില്ല. അവർ തിരുത്തിയാൽ അവർക്ക് നല്ലത്. കാലം കുറെ നുണ പറഞ്ഞ് തട്ടിപ്പും വെട്ടിപ്പായിട്ടും നടന്നതല്ലേ. ഇനിയെങ്കിലും കുറച്ച് കാലം സത്യം പറഞ്ഞ് നല്ലതും ആ രീതിയിലും നടക്കാൻ അവർ പഠിക്കട്ടെ. അത്ര മാത്രമേ നമുക്ക് അവർക്കൊരു ഉപദേശം കൊടുക്കാവുള്ളൂ. ഉല്ലാസ് ബാബു, ഈ ഘട്ടത്തിൽ ജോർജിയ മെലോണിയുടെ ചില വാക്കുകൾ ഇന്ന് വന്നതാണ്. അതുകൂടി നമുക്കൊന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം ഈ ഇടതുപക്ഷം നുണ മാത്രമാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് കേരളത്തിൽ പറയുന്നു, ഇന്ത്യയിൽ പറയുന്നു. അതേതാണ്ട് സത്യവുമാണ്. ആഗോള ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഇന്ന്. അവർ പറഞ്ഞത് ഇടതുപക്ഷത്തിൻ്റേത് ഇരട്ടത്താപ്പാണ്, അവരുടെ നുണകൾ ലോകം വിശ്വസിക്കില്ല. അതിൽ എടുത്തു പറയുന്നുണ്ട് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ. ഇടതുപക്ഷ ഭീകരതയെ ചെറുക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ടാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. അതായത് നോക്കൂ, ഇവരുടെ കള്ളത്തരം, പൊള്ളത്തരം ഇനി അധികകാലം മുന്നോട്ട് പോകില്ല. ആ തിരിച്ചറിവാണ് ഇത്തരത്തിൽ ചില സത്യങ്ങളിലേക്ക് CPMനെ നയിക്കുന്നത്. അല്ല, CPM എന്ന് പറയപ്പെടുന്ന സംഘടനയുടെ നയവ്യത്യാസവും അല്ലെങ്കിൽ ആ ഒരു CPM എന്ന് പറയപ്പെടുന്ന ആശയം എന്ന് പറയപ്പെടുന്നത് കാലത്തിന് ചേർന്നതല്ലെന്ന്. പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ ഒരു കാരണവശാലും ചേർന്നതല്ല. കാലത്തിന് മാത്രമല്ല, പ്രത്യേകിച്ച് ഭാരതത്തിനും ചേർന്നതല്ല. ഭാരതത്തിന്റെ സ്വഭാവ സവിശേഷതകളോട് ഒരു കാലത്തും കൂടെ നിൽക്കാത്ത പ്രസ്ഥാനം.
ഭാരതത്തിൻ്റെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ജനാധിപത്യ ഒരു രാജ്യത്തിന് ചേർന്നതല്ല. ഭാരതത്തിൻ്റെ ഒരു തരത്തിലും ഒരു മുക്കിലും മൂലയിലും ചേർന്ന ഒരു ആശയത്തെ കൊണ്ട് നടക്കുന്നവരല്ല അവർ. അത് ഈ സമയത്തല്ല, ഭാരതത്തിൻ്റെ സ്വതന്ത്ര സമര സമയത്തൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് നോക്കിയാൽ ഇവരുടെ ആശയം എന്തായിരുന്നു, അതിനുശേഷം ഭാരതം വികസനത്തിലേക്ക് വരുന്ന സമയത്തും ഇവരുടെ ശൈലി എന്തായിരുന്നു, അതിനുശേഷം ഓരോ കാലഘട്ടങ്ങളിലും ഇവരെടുത്ത നിലപാടുകൾ എന്തായിരുന്നു എന്നുള്ളത് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അവർ അങ്ങനെയാണ്, അവർ എന്നും പുറംതിരിഞ്ഞ് നടക്കുന്നവരാണ്. അവരിങ്ങനെ പുറംതിരിഞ്ഞ് നടന്നുകൊണ്ടേയിരിക്കും. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി ഒന്ന് കൊഞ്ഞനം കുത്തും, അത് കഴിഞ്ഞ് വീണ്ടും പുറംതിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ പുറംതിരിഞ്ഞ് നടന്ന് സ്വാഭാവികമായിട്ട് ഇനി അങ്ങോട്ട് നോക്കുന്ന സമയത്ത് വേറൊരു ലക്ഷ്യവും കാണാതെ വന്നപ്പോൾ യഥാർത്ഥ വശത്തിലേക്കൊന്ന് തിരിഞ്ഞ് നടന്നു നോക്കുകയാണ്. ആ നടന്നു നോക്കുമ്പോഴാണ് നടന്നു വന്നിരുന്ന കാലഘട്ടം ഒക്കെ പറഞ്ഞതൊക്കെ തട്ടിപ്പായിരുന്നു, വെട്ടിപ്പായിരുന്നു, നുണയായിരുന്നു, അബദ്ധങ്ങളായിരുന്നു എന്ന ബോധ്യം അവർക്കുണ്ടാകുന്നതും അവർ യഥാർത്ഥത്തിലേക്കുള്ള വരവിൻ്റെ തുടക്കമായി ഇതിനെ കാണണമെങ്കിൽ അങ്ങനെ കാണാൻ സാധിക്കുള്ളൂ. ഒറ്റ കാര്യം നമ്മൾ ഇതിനകത്ത് കൃത്യമായി പറയേണ്ടത്, ഭാരതത്തിൽ ജനിച്ച് ഭാരതത്തിൽ ജീവിച്ച് ഭാരതത്തിൽ വളർന്ന് ഭാരതത്തിൻ്റെ ശൈലിയോട് കൂടി ചേർന്ന് ഭാരതത്തിൻ്റെ വികസനത്തിന് ഞങ്ങളോടൊപ്പം പങ്കാളിയായി അതിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് ഈ നാട്ടിൽ അവതരിപ്പിക്കാനുള്ളൊരു ശൈലിയോ അല്ലെങ്കിൽ ഒരു തീരുമാനമോ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന യാതനയിൽ നിന്ന് ഒരു മുക്തി നേടും. 9 വർഷക്കാലമായിട്ട് കേരള ജനതയ്ക്ക് CPM കൊടുത്തത് എന്താ? മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിലെ പൊതിച്ചോറല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഇന്നും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു നേരത്തെ കൂലിയില്ലെങ്കിൽ, ജോലിയില്ലെങ്കിൽ, ഒന്ന് വയ്യാണ്ടിയായാൽ മെഡിക്കൽ കോളേജിൽ ചെന്ന് ഇവരുടെ ഔദാര്യച്ചോറിന് നിൽക്കേണ്ട അവസ്ഥയിലേക്ക് കേരളത്തെ സമൂഹത്തെ കൊണ്ടെത്തിച്ചു എന്നല്ലേ ഇവരുടെ ഈ ഉട്ടോപ്യൻ നയം കൊണ്ട് വന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വികസനത്തിൻ്റെ കാഴ്ചപ്പാടിലേക്കൊന്ന് മനസ്സ് വരുത്തി, പറഞ്ഞ നുണകളൊക്കെ മാറ്റം വരുത്തി, ഒന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നയപരിപാടികളിൽ കൃത്യമായി ഇടപെട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന സ്വയം മുദ്രാവാക്യം ഒന്ന് തിരുത്തി കൃത്യമായിട്ടൊന്ന് ആ വികസനത്തിന് കൈകോർത്ത് ഒരു സംസ്ഥാനത്തിൻ്റെ ഗുണത്തിന് ഭാവി തലമുറയ്ക്ക് വേണ്ടി ഈ നാട്ടിൽ നിന്ന് ഒറ്റ കാര്യം പറഞ്ഞ് നിർത്താം നീലിമ. ഈ നാട്ടിൽ നിന്ന് ഏതൊരാൾ പിണറായി വിജയനോട് പറഞ്ഞത്രേ, നമുക്ക് കേരളം മാത്രം ഭരിച്ചാൽ പോരെ സഖാവേ, നമുക്ക് വിദേശങ്ങളിലും ഭരിക്കണം, അവിടെ കേരളം ഉണ്ടാക്കാം. അങ്ങനെ ഓൻ എന്ത് ചെയ്ത് അയർലാൻഡിൽ മലയാളികൾ കേരളം ഉണ്ടാക്കി, UK കേരളം ഉണ്ടാക്കി, US കേരളം ഉണ്ടാക്കി, അങ്ങനെ ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും ഒക്കെ കേരളം ഉണ്ടാക്കി. ഇവിടുത്തെ ചെറുപ്പക്കാരെ മുഴുവൻ കയറ്റിവിട്ട് അവിടെ ഉന്നത വിദ്യാഭ്യാസത്തിന് കയറ്റിവിട്ട് ജോലിക്ക് കയറ്റിവിട്ട് ഇവിടെ അങ്ങ് സുഖമായിട്ടിരുന്നു. സ്വാഭാവികമായിട്ട് കേരളത്തിൻ്റെ അവസ്ഥ എന്തായി? എല്ലാ ചെറുപ്പക്കാരെയും പുറം നാട്ടിലേക്ക് കയറ്റിവിട്ടു. അവരുടെ തലച്ചോറിനെ ഈ നാട്ടിൽ ഉപയോഗിച്ച് ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാൻ ഇങ്ങനെ കഴിവ് കെട്ട ഒരു വ്യക്തി സാധിച്ചില്ല. അതുകൊണ്ടല്ല എല്ലാ കുട്ടികളും പോയത്. അവരൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് അട്രാക്റ്റീവായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാക്കി, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി ഈ നാടിനെ വളർത്തുന്ന വലിയൊരു സംവിധാനത്തിലേക്ക്, വികസനത്തിലേക്കുള്ള കാഴ്ചപ്പാടിലേക്കുള്ള വല നയവും ഇവരുടെ ഈ രേഖയിൽ വരുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. വന്നെങ്കിൽ നമുക്ക് ഈ 9 കൊല്ലം അനാഥത്വത്തിലേക്ക് പോയത് മറന്ന് ഭംഗിയായിട്ടെങ്കിലും ഭാവിയിൽ ഉണ്ടാവുമല്ലോ എന്ന് സ്വപ്നം കാണാം. ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് 2026 ഇവരുടെ പരാജയത്തിന് വേണ്ടി ആഞ്ഞു പ്രവർത്തിക്കാം. അല്ലാണ്ട് ഇപ്പോൾ ഈ രേഖയിലെ ഈ വരികളോ കൊണ്ടൊന്നും ഒരു പ്രത്യേകിച്ച് ഉപകാരമില്ല. ഓക്കെ, ഡിബേറ്റ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസ് പ്രതിനിധി റോണി കെ ബേബിയിലേക്കാണ്. ശ്രീ റോണി കെ ബേബി, ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം. ആ ഇടത് ഒരു തരി പോലുമില്ലാതെ അവശേഷിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുന്നിൽ കടന്നുപോയത്. ഇന്ത്യ മുന്നണി തന്നെ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അവിടെ രാഹുൽ ഗാന്ധിയെ അടുപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം മറ്റ് കക്ഷികൾ എടുക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശരത് പവാർ അത്തരത്തിലൊരു നിലപാടെടുത്തു, മമതാ ബാനർജി നിലപാടെടുത്തു. അപ്പോൾ ഈ ഇന്ത്യ മുന്നണി എന്ന് തന്നെ പറയുന്നത് അപ്രസക്തമാകുകയാണ്. ഒപ്പം തന്നെ ഇനി അവിടെ CPM-ന്റെ ആവശ്യമുണ്ടോ? ഇടതില്ലെങ്കിലും ഇന്ത്യ ഉണ്ടാകും, ഇന്ത്യ മുന്നണി ഉണ്ടാകും, അടുത്തൊരു സംശയം വേണ്ട. ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയം അത് അതിന്റെ ആത്യന്തികമായ അന്ത്യത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ഇതിന്റെ ഉത്തരവാദികൾ CPM തന്നെയാണ്. ഇനിയും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടി, ഇനിയും ഇന്ത്യയിലെ 2 തരം രാഷ്ട്രീയമേ ഉള്ളൂ. ഒന്ന് BJP RSS രാഷ്ട്രീയവും, 2 BJP RSS വിരുദ്ധ രാഷ്ട്രീയവും. ഈ BJP RSS വിരുദ്ധ രാഷ്ട്രീയത്തിൽ ഇനി CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് പ്രസക്തിയില്ല. ഞാൻ അങ്ങനെ ഇടതുപക്ഷത്തെ പൂർണ്ണമായും ഞാൻ തള്ളിക്കളയുന്നില്ല. ഇന്ത്യയിലെ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കിയ CPI പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. 62-ലെ ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായപ്പോൾ ഇന്ത്യക്കൊപ്പം നിന്ന പക്ഷേ CPM-ന്റെ മുന്നിൽ മുട്ടുവിറക്കില്ലേ CPI-ക്ക്? ഒന്നുമല്ല, അത് ഇവിടെ ബ്രൂവറി വിഷയത്തിലൊക്കെ നമ്മൾ കാണുന്നതല്ലേ അത്. അതിനകത്ത് ആത്യന്തികമായി വരാൻ പോകുന്നത് അറിയോ? CPI-യും ഇടതുമുന്നണി വിട്ടുവരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് രൂപകൊള്ളുകയാണ്. കാരണം CPI-ക്ക് അങ്ങനെ ചേർന്ന് നിൽക്കാൻ കഴിയും. ഇതുപോലെ തീവ്ര വലതുപക്ഷ നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന BJP-ക്ക് പരസ്യമായി ഓശാന പാടുന്ന
BJP രാഷ്ട്രീയത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്ന, ഇനി അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇന്ത്യയിലെ CPM BJP മുന്നണിയുടെ ഭാഗമായി തന്നെ മാറാൻ പോവുക. ഇപ്പോൾ എങ്ങനെയാണ് കൃത്യമായി ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന CPE പോലെ എന്തുകൊണ്ടാണ് CPM ഇന്ത്യയിൽ തകർന്നത്? ഒരു സംശയം വേണ്ട. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 56 MP-മാരുണ്ടായിരുന്ന ഇടതുപക്ഷം 2009 വന്നപ്പോൾ വെറും 12 ചുരുങ്ങിയത് എന്തുകൊണ്ട്? കാരണം കോൺഗ്രസിനെതിരെ ആണവ കരാർ വിഷയത്തിൽ ഈ പറയുന്ന വിശ്വാസ പ്രമേയത്തിനൊപ്പം BJP-യുമായി ചേർന്ന് വോട്ട് ചെയ്തു. ആ ഒരൊറ്റ വിഷയമാണ് ഇന്ത്യയിൽ CPM-ന്റെ തകർച്ചയിലേക്ക്, പതനത്തിലേക്ക്. അതിനുശേഷം ഇന്ത്യയിൽ CPM-ന് പിന്നെ തലയുയർത്തി നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് ഈ പറഞ്ഞ പ്രകാശ് കാരാട്ടിനെ പോലുള്ള ആളുകളാണ്. ഇവരാണ് ഈ പ്രകാശ് കാരാട്ട് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആ സമയത്ത് അദ്ദേഹത്തിന് പിടിവാശിയായിരുന്നു. ഈ പറഞ്ഞ മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ വോട്ട് ചെയ്യണം, അവിശ്വാസ പ്രമേയത്തിൽ വോട്ട് ചെയ്യണം, ഇന്ത്യ അമേരിക്ക ആണവ കരാർ വിഷയത്തിൽ വോട്ട് ചെയ്യണം. അതാണ് ഈ പാർട്ടിയുടെ ആത്യന്തികമായ നാശത്തിലേക്ക്. ഇപ്പോൾ എന്താ ആ പറയുന്ന 4 MP-മാർ, അതിൽ 3 MP-മാര് കോൺഗ്രസിന്റെ വോട്ട് പിടിച്ച് ജയിച്ചവരാ. തമിഴ്നാട്ടിലെ 2 പേരും രാജസ്ഥാനിലെ ഒരാളും. പിന്നെ ശരിക്കും പറഞ്ഞാൽ കനൽ ഒരു തരി എന്ന് പറയാൻ കേരളത്തിലുള്ള ഒരേ ഒരു MP മാത്രം CPM-ന്റെ അകത്തുള്ളൂ. ഇനിയിപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ CPM ശക്തമായി പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. പിന്നെ ഫാസിസം വന്നിട്ടില്ല, ഫാസിസം ഇന്ത്യയിൽ ഇല്ല, ഇത് CPM-ന് എങ്ങനെ പിന്നെ ഇതിനകത്ത് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയും? കാരണം അതാണ് ഈ പാർട്ടിയുടെ ആ പ്രത്യയശാസ്ത്ര പാത്രത്വം. ഞാൻ അത് തന്നെയാണ് ഈ ചർച്ചയുടെ ആദ്യം തൊട്ട് തന്നെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഫാസിസം വന്നോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ജർമ്മനിയിൽ യഹൂദന്മാരെ കൊന്ന് ഒതുക്കിയതുപോലത്തെ ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഇന്ത്യയിലും ഫാസിസം വന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. കാരണം മെയിൻ എന്ന് പറയുന്ന ആ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് തനിപ്പകർപ്പാണ്. നിങ്ങളടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് അതാണല്ലോ കഴിഞ്ഞ 10 കൊല്ലമായി. ഇവിടെ ന്യൂനപക്ഷങ്ങൾ കൊല ചെയ്യപ്പെടുന്നു, അവർ വേട്ടയാടപ്പെടുന്നു എന്നുള്ള പ്രചാരണമാണല്ലോ ഇന്ത്യയിൽ ഉടനീളം നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്നിട്ട് അതുപോലെ സംഭവിച്ചോ ഇവിടെ? വളരെ കൃത്യമായി പറയട്ടെ, ഇതാണ് ഫാസിസം. എനിക്കൊരു 2 മിനിറ്റ് മാത്രം എന്താ ഫാസിസം എന്ന് പറഞ്ഞാൽ ബാക്കി പ്രതിനിധികളിലേക്ക് കൂടി പോകണം. 30 സെക്കൻഡ്. ഈ ഫാസിസത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാ? 1 തീവ്ര ദേശീയത, തീവ്ര മുതലാളിത്തം, 3 സാംസ്കാരിക ദേശീയത, 4 ജനാധിപത്യ. നമ്മളെല്ലാം ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളേണ്ടവരല്ലേ? നമ്മൾ ഭാരതീയരല്ലേ? അപ്പോൾ തീവ്ര ദേശീയത ഉയർത്തിപ്പിടിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ആ ദേശീയത പോലും നിങ്ങൾ വർഗീയവൽക്കരിക്കപ്പെടുകയാണ്. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അല്ല, ദേശീയതയെ കുറിച്ചുള്ള 2 കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ടാണല്ലോ കോൺഗ്രസും ഈ പറയുന്ന BJP-യും 2 വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നത്. BJP-യുടെ ദേശീയതയെ കുറിച്ചുള്ള കാഴ്ചപ്പാടല്ല ഞങ്ങൾ ദേശീയതയുടെ കാഴ്ചപ്പാട്. 19-60 വർഷം ഈ രാജ്യം മുന്നോട്ട് പോയത് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച ദേശീയത അതിന് ഘടകവിരുദ്ധമാണ്. നിങ്ങളെന്ന് പറയുന്നത് ഒരു സാംസ്കാരിക ദേശീയത, ഇവിടെ എന്ന് പറയുന്ന വൈവിധ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട്, ഇവിടുത്തെ പിന്നെ വ്യത്യാസങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങളൊരു ഏകശിലാത്മകമായ ദേശീയത, മതാധിഷ്ഠിത രാഷ്ട്രീയം ഒരു ഭാഷയിൽ അടിസ്ഥാനമാക്കി ഇതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ CPM-ന്റെ രാഷ്ട്രീയം ഇല്ലാതായാലും നാളെ ഞങ്ങൾ രാഷ്ട്രീയത്തിലുണ്ട് ദളിതരുടെ, പിന്നോക്കക്കാരുടെ ഭാഷയെ അടിസ്ഥാനമാക്കി എന്നൊക്കെ നിങ്ങൾ പ്രചരിപ്പിക്കുന്നതല്ലേ? ഒരു ഭാഷയെ അടിസ്ഥാനമാക്കി ഇവിടെ എന്താണ് നടത്താൻ പോകുന്നത്? ഈ രാജ്യത്തിന്റെ വൈവിധ്യത്തെ തകർക്കുന്നതല്ലേ ഒരു രാഷ്ട്രം, ഈ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അല്ലെ ഒരു രാഷ്ട്രം ഒരു മതം. BJP RSS അല്ല, അങ്ങനെ ഭാഷാ തീവ്രവാദം വളർത്തുന്നത് നിങ്ങളുടെ മുന്നണിയിൽപ്പെട്ട നിങ്ങളുടെ ഇന്ത്യ സഖ്യത്തിൽ പെരുന്ന DMK ആണ്. ഏറ്റവും ഒടുവിൽ DMK-യുടെ പ്രസ്താവനകൾ നമ്മൾ കണ്ടതല്ലേ? അല്ല, ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ ഈ രാജ്യത്ത് ഒരു ഭാഷ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ രാജ്യത്തെ വൈവിധ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരെന്നെ എതിർക്കും. ഞങ്ങൾ എന്തുകൊണ്ട് UGC റെഗുലേഷൻ ഞങ്ങൾ എതിർക്കുന്നു, ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഞങ്ങൾ എതിർക്കുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ സംവിധാനത്തെ എതിർക്കുന്നു. ഒരു രാജ്യം ഒരു നിയമം എന്ന് സംവിധാനത്തെ എതിർക്കുന്നു. കാരണം എന്താ? നിങ്ങൾ ഇതിലൂടെയൊക്കെ ലക്ഷ്യം വയ്ക്കുന്നത്, BJP-യോടെയൊക്കെ ലക്ഷ്യം വയ്ക്കുന്നത് ഒരു ഏകശിലാത്മകമായിട്ടുള്ള ദേശീയതയാണ്. അതിന് ഘടകവിരുദ്ധമാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ദേശീയത. അതുകൊണ്ടാണ് നാളുകളിൽ കോൺഗ്രസിന്റെ ഉണ്ടാവും. കാരണം RSS-ന്റെ പ്രത്യയശാസ്ത്രത്തിന് വിരുദ്ധമാണ് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം. അപ്പോൾ RSS ഇവിടെ എത്ര കാലം ഉണ്ടോ അത്രയും കാലം ഞങ്ങളുടെ രാഷ്ട്രീയത്തിനും ഒരു പ്രസക്തിയുണ്ട്. കാരണം നിങ്ങൾ പറയുന്ന ആശയത്തിൽ എതിരാണ് നിങ്ങളുടെ ആശയം. പക്ഷെ അതിനിടെ ചെയ്യുന്ന CPM-നെ പോലെയുള്ള പ്രത്യയശാസ്ത്രങ്ങൾ അവരുടെ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രത്തെ തന്നെ ഇല്ലാതാകും. അല്ല, BJP-യെയും RSS-നെയും ഏറ്റവും കൂടുതൽ തുറന്നെടുത്ത CPM അത്തരത്തിൽ ഒരു തിരിച്ചറിവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഫാസിസവും ഇല്ല എന്ന്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കണ്ട് ആ ഒരു മുദ്രാവാക്യവുമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന വലിയൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ശ്രീ പാണ്ഡ്യൻ ഷാജി, ഏറ്റവും ഒടുവിൽ അങ്ങയിലേക്ക് എത്തുമ്പോൾ
ഇത് സി പി എമ്മിൻ്റെ ഈ പാർട്ടി കോൺഗ്രസോടുകൂടി ഇത് അപ്രസക്തമാകുന്ന ഒരു ഘട്ടത്തിലേക്കാണോ എത്തുന്നത്? പാവം അണികളോട് CPM എന്ത് പറയും? വളരെ ചുരുക്കി. അല്ല, ഇത് പിന്നെ CPM അതിന്റെ ആസന്ന ഭരണത്തിലേക്ക് കടന്നിട്ട് കാലം കുറയായി. ബംഗാളിൽ അത് പൂർണ്ണമായും നഷ്ടമായിരിക്കുന്നു, ത്രിപുരയിൽ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു, കേരളത്തിൽ നഷ്ടപ്പെടും. ഈ നഷ്ടപ്പെടുന്ന ഒരു ചിത്രത്തിനകത്ത് നിന്ന് രക്ഷ നേടാനുണ്ടായിരിക്കുന്ന ഏക മാർഗം എന്താന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ ഭൂരിപക്ഷ ഹിന്ദു വോട്ടിനെ അവർ പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ടാകുന്നത്. അതാണ് അതിനകത്ത് വരുന്ന ഏക ചിത്രം. ആ ചിത്രത്തിനകത്ത് ഇവിടെ അയാൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതുവഴി പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രീതി വാങ്ങുകയാണ്. ആ പ്രീതി വാങ്ങുന്നതിലൂടെ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുകയും ജയിലിൽ പോകാതിരിക്കുകയാണ് ഒരു വഴിയെ ഒരു വലിയ പാരമ്പര്യവും പൈതൃകമുള്ള ഒരു പാർട്ടിയെ അയാൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അയാൾ ചരിത്രം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ തെമ്മാടിത്തമതാണ്. ഈ മഹാതെമ്മാടിത്തത്തെ ഞാൻ വളരെ വിഷമത്തോടെ ഞാൻ പറയാണ്. 964 പാർട്ടി ഉണ്ടാകുമ്പോൾ അറിയേണ്ട ഒരു വിഷയം എന്താണ്? ഒരു പായയിൽ കിടന്ന് ഒരു പാത്രത്തിലിരുന്ന് ഭക്ഷണം കഴിച്ചിരിക്കുന്ന ആളുകളാണ് പിറ്റേ ദിവസം എന്താകുക എന്ന് പറഞ്ഞാൽ അവൻ വർഗവഞ്ചകനാവുകയാണ്, അവൻ റിവിഷനിസ്റ്റ് ആവുകയാണ്, അവൻ സെക്ടേറിയൻ ആവുകയാണ്. ഇത് ഈ 3 പ്രയോഗങ്ങൾ എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പദാവലിക്കകത്തെ ഏറ്റവും ഗുരുതരമായിരിക്കുന്ന വിഷയ വാക്കുകളാണിത്. ഈ വാക്കുകൾ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ആളുകൾ പരസ്പരം തലതല്ലിക്കലി കൊല്ലുന്ന ഒരു അവസ്ഥ വരികയാണ്. ഏത് വിഷയത്തിന്റെ മേലെയാണ്? ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഗവൺമെന്റ്, ഇന്ത്യയിൽ ഭരിക്കുന്ന ഭരണവർഗം ഏത് ഭരണവർഗമാണ് എന്നുള്ളതാണ്. ഈ ഭരണവർഗത്തിന്റെ മേലെയാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് റവല്യൂഷനും നാഷണൽ ഡെമോക്രാറ്റിക് റവല്യൂഷനും ഉണ്ടായത്. 960 വീണ്ടും പടരുമ്പോൾ എന്തായി തീരുകയാണെന്നറിയോ? അത് നക്സലൈറ്റ് മൂവ്മെന്റ് ഉണ്ടാവുകയാണ്. അത് പുത്തൻ ജനാധിപത്യ വിപ്ലവമാണത്, മാവോവിന്റെ. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിനകത്ത് കിടക്കുന്ന വളരെ തീക്ഷ്ണവും തീവ്രവുമായിരിക്കുന്ന സൈദ്ധാന്തികമായിരിക്കുന്ന ചർച്ചകളാണ്. ഈ ചർച്ചകൾ മുഴുവൻ നടത്തിയ വാസത്തിൽ ആർക്ക് വേണ്ടിയാണ്? ഒരു മിനിറ്റ് നടത്തിയത് ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ആണ്, ജനങ്ങളെ രക്ഷിക്കുക എന്ന ഉത്തരവാദിത്തബോധമാണ്. പക്ഷേ സംഭവിച്ച വാസത്തിൽ എന്തായിരുന്നു? സംഭവിച്ചത് മുഴുവൻ തന്നെ തലതല്ലി കീറി മുടിയുന്ന ആത്മനാശത്തിലേക്കാണ് എത്തിയത്. ഈ ആത്മഹത്യക്ക് എത്താനുണ്ടായിരിക്കുന്ന കാരണം എന്ത് എന്നുള്ളതിന്റെ അന്വേഷണമാണ് നടത്തേണ്ടത്. ആ അന്വേഷണം നടത്താതിരിക്കുന്ന ഒരു വലിയ ഒരു ചരിത്രപരമായിരിക്കുന്ന ഒരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഒരു സാമാന്യം തെറ്റില്ലാതെ ബലമുണ്ട് എന്ന് പറയുന്ന സംസ്ഥാനത്തിന് പാർട്ടി എന്ത് ചെയ്യാണ്? ആ പാർട്ടി അപ്പം തന്നെ അതിന് വഴിമാറുകയാണ് ചെയ്യുന്നത്. ഈ വഴിമാറുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതാണ് ഞാൻ നേരത്തെ അതിലൂടെ പറഞ്ഞത്. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഞങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു എന്നാണ്. ഞങ്ങൾ ആയുധം വെച്ച് സറണ്ടർ ചെയ്തിരിക്കുന്നു. ഈ സറണ്ടറിങ് എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? ഏത് പാർട്ടി നിലപാടിന് വേണ്ടി? ഇതാണ് ഞാൻ ഉയർത്തുന്ന വിഷയം. ആവശ്യമായതുകൊണ്ട് തന്നെ CPM കീഴടങ്ങുന്നത് എന്തിനു വേണ്ടിയാണ്, ആരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നതായിരിക്കും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ഈ ചർച്ച പൂർത്തീകരിക്കേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഈ വിട്ടുപോയ ഭൂരിപക്ഷ വോട്ടുകൾ ഇങ്ങനെയൊക്കെയുള്ള മാജിക്കിലൂടെ പിടിച്ചു പറ്റാൻ കഴിയുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട്? വളരെ ചെറിയൊരു മറുപടി. കാലത്തിനനുസരിച്ച് ഏത് രാഷ്ട്രീയ പാർട്ടികളായിരുന്നാലും മാറേണ്ടത് അനിവാര്യമാണ്. അതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരോ പറഞ്ഞത് CPM അങ്ങനെ അപ്രസക്തം അല്ലെങ്കിൽ ഇടതുപക്ഷം അപ്രസക്തം വന്നു. അത് മലപ്പുറക്കാരൻ്റെ സ്വപ്നം മാത്രമാണ് എനിക്ക് പറയുന്നത്. ഈ അവസരം അതാണ് പറയുന്നത്. ഒരു കാരണവശാലും നമ്മൾ ആരും സെക്കൻഡ് ഈ ചർച്ച ഒന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ശ്രീ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ് എന്നാണ് നമ്മുടെ പ്രതിനിധി പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ കാൽച്ചുവട്ടിൽ നിന്നും ഒലിച്ചുപോയ ഈ വോട്ടുകളൊക്കെ ഇത്തരം പ്രസ്താവനകളിലൂടെ, ഇത്തരം രാഷ്ട്രീയ മാറ്റങ്ങളിലൂടെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാമോ CPM-ന്? വളരെ ചുരുക്കി. ശരിയാണ് അഡ്വക്കേറ്റ് സതീഷ് വസന്ത് പറഞ്ഞ പോലെ ഒരു കാലഘട്ടത്തിൽ BJP-യെയും RSS-നെയും തകർക്കാം എന്നുള്ള നിങ്ങളുടെ ധാരണ ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിരുന്നു എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, വലിയ തിരിച്ചറിവിലേക്കാണ് CPM എത്തിയിരിക്കുന്നത്. മോദി ഫാസിസ്റ്റ് അല്ലെന്ന് CPM പറഞ്ഞു വെക്കുന്നു. പുതിയ തിരിച്ചറിവിന് പിന്നിൽ എന്നാണ് ജന ഡിബേറ്റ് പരിശോധിച്ചത്. ഫാസിസം ഇല്ലെങ്കിൽ നവഫാസിസവും ഇല്ലല്ലോ എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. മോദി വിമർശനത്തിന്റെ അവസാന ആയുധവും CPM താഴെ വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ്. ഇത് ഈ അടിയറവ് പറച്ചിൽ എന്തിനായിരുന്നുവെന്നാണ് ഇനി വരും മണിക്കൂറുകളിലെല്ലാം കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത്. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.